എൻ്റെ വോയിസ് ഓഡിയബിൾ ആണോ? കേൾക്കാവോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഒരു 2 മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ആളുകൾ വരുന്നവരെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വീഡിയോയിൽ ഒന്ന് അറ്റൻഡ് ചെയ്യണേ. നിർബന്ധമായിട്ടും വീഡിയോയിൽ അറ്റൻഡ് ചെയ്യാം. വീഡിയോയിൽ അറ്റൻഡ് ചെയ്താലേ നിങ്ങൾ വിചാരിച്ച പോലെയുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. പുതിയ ആളുകൾക്ക് ഉണ്ടാവും, പുതിയ ആളുകൾക്കും മനസ്സിലാവും. TDSന്റെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. പുതിയ ആളുകൾക്കും ക്ലാരിറ്റി ഉണ്ടാവും നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. കഴിഞ്ഞ 2-3 സെഷനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് TDSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. TDS എന്താണ്? TDS എന്ന് പറഞ്ഞത് എന്താണ്? TDS എന്ന് പറയാം, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അല്ലെ? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, സോഴ്സിൽ നിന്ന് ടാക്സ് കട്ട് ചെയ്തിട്ട് ആ ഒരു പൈസ തിരിച്ച് നമുക്ക് തരുന്ന ആ ഒരു എൻറ്റയർ പ്രോസസ്സാണ് ശരിക്ക് ടാക്സ് TDSുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ പോയിന്റുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ തന്നെ TDS ഓൺ കമ്മീഷൻ, TDS ഓൺ ബ്രോക്കറേജ്, ഈ ഒരു കാറ്റഗറിയാണ് നമ്മൾ വിശദമായിട്ട് അതിനെ കയറി മുറിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ബേസിക്സ് ഒക്കെ കഴിഞ്ഞ 2 സെഷനുകളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി നോട്ട് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവാം.
വീഡിയോയിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. വീഡിയോയിൽ ഇല്ലാത്ത ആളുകളെ റിമൂവ് ചെയ്യും. വീഡിയോയിൽ വന്നാലേ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ. നമ്മൾ ഏറെക്കുറെ എല്ലാ കേസുകളും ഡിസ്കസ് ചെയ്യും കേട്ടോ. പാൻ കാർഡുള്ള കേസുകൾ, ഇല്ലാത്ത കേസുകൾ, അതിന്റെ ഫൈന്, പെനാൽറ്റി, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് TDS ഓൺ കമ്മീഷൻ, ബ്രോക്കറേജ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ എല്ലാ കേസുകളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ നോട്ട്സ് കൃത്യമായിട്ടും ഫോളോ ചെയ്ത് പോവാം. നോട്ട്സ് എഴുതിയാലേ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പൊ ആരൊക്കെയാണ് TDS അടക്കേണ്ട ആളുകൾ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തെ കേസ് 194H. 194H കമ്മീഷൻ ബ്രോക്കറേജ്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ കേസ് വരുന്നത്. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ എല്ലാ കേസുകളും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എനി പേഴ്സൺ, ഇതിനൊരു ലോ ഇങ്ങനെയാണ്: എനി പേഴ്സൺ other than individual or HUF is responsible for paying any income by way of commission other than insurance commission or brokerage to a resident shall deduct TDS. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ, വ്യക്തികളല്ലാത്ത, എനി പേഴ്സൺ അതർ ദാൻ, വ്യക്തികളുടെ ഒരു ഇൻകം ലിമിറ്റ് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആളുകൾ, റെസിഡന്റ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന HUF ആയിട്ടുള്ള ആളുകൾ, അവർ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർ TDS കട്ട് ചെയ്യണം. ഉദാഹരണം, ഞാൻ ഒരു ബിസിനസ് റണ്ണ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ പ്രജിത് കുമാറിനും റഫീഖിനും മാളവികക്കൊക്കെ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ കൊടുക്കുന്ന കമ്മീഷനിൽ ഗവൺമെന്റ് പറയുന്ന ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് ത്രഷോൾഡ് ലിമിറ്റ്, സീലിംഗ് ലിമിറ്റ് എന്നൊക്കെ പറയും, ആ സീലിംഗ് ലിമിറ്റ് ത്രഷോൾഡ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ പിടിച്ചിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. ഇതാണ് കമ്മീഷൻ ബ്രോക്കറേജിന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ ഏത് ബിസിനസ് ആവട്ടെ, ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് MLM ബിസിനസ് ഒക്കെ ചെയ്യുന്ന, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആളുകളെ ചേർത്ത് ചെയ്യുന്ന ബിസിനസ്സുകളിലൊക്കെയാണ് ഈ ഒരു കമ്മീഷന്റെ പോയിന്റുകൾ അധികം കാണാം. അതേപോലെ ബിസിനസ് തന്നെ അവരുടെ പെർഫോമൻസിന്റെ ബേസിൽ നമ്മൾ കമ്മീഷൻ കൊടുക്കുമ്പോൾ ആ ലിമിറ്റ് എക്സീഡ് ആയി കഴിഞ്ഞാലും അവർക്കും ഇത്തരം സാഹചര്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സുകളിലും കമ്മീഷൻ പരിപാടികൾ ഉള്ളത് കൊണ്ട് ഈ ഒരു സെഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ എല്ലാവിധ കാര്യങ്ങളും, ഇതിന്റെ ഓരോ പാർട്ടായിട്ടും നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കാണ്. എല്ലാ ബിസിനസ്സും അവര് പുറത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ആളുകൾക്ക് അവർ ചെയ്യുന്ന വർക്കിന്റെ മുകളിൽ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കമ്മീഷന്റെ കൂടെ തന്നെ TDSും കൂടി എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇതിന്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്, അതുകൂടെ എഴുതേക്കാം, ലിമിറ്റ് എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വിട്ടോളാം. ലിമിറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 20,000, ഗ്രേറ്റർ ദാൻ 20,000 പെർ ഇയർ, പെർ പേഴ്സൺ, ഇങ്ങനെ കൂടി എഴുതിക്കോളേ, പെർ ഇയർ പെർ പേഴ്സൺ. 20,000 മുകളില്, 20,000 രൂപയുടെ മുകളില് പെർ ഇയറിൽ പെർ പേഴ്സൺ കൊടുക്കുന്നുണ്ടെങ്കിൽ TDS കട്ട് ചെയ്യണം. ഉദാഹരണം, റഫീഖിന് ഞാൻ ഈ വർഷം 20,000 രൂപയുടെ മുകളിൽ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, TDS കട്ട് ചെയ്യണം എന്നർത്ഥം. പ്രജിത് സാറിന് 15,000 രൂപയാണ് ഈ ഒരു വർഷം ഞാൻ കമ്മീഷൻ കൊടുത്തതെങ്കിൽ പ്രജിത് സാറിന് മുകളിൽ എന്ത് ചെയ്യണ്ട, കട്ട് ചെയ്യണ്ട. ക്ലിയർ ആയല്ലോ? ഇതിന്റെ എല്ലാ സിനാരിയോസും നമ്മൾ പറയാം. ഏറെക്കുറെ അവറേജ് കിട്ടില്ലേ? ഓക്കെ, TDS ഇത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇതാ അവിടെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, കുറെ കൺഫ്യൂഷൻ വേണ്ട. എന്ന് പറഞ്ഞ ഒരാള് അല്ലെ, എന്ന് പറഞ്ഞ എന്നുള്ളതാണ് ഒരു ബിസിനസ് ആയിരിക്കും. ബിസിനസ്സിൽ B എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇയാൾക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കുകയാണ്. ഈ കമ്മീഷൻ ഗ്രേറ്റർ ദാൻ 20,000 ആണെങ്കിൽ, എന്ത് ചെയ്യണം, TDS കട്ട് ചെയ്യണം എന്നർത്ഥം. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇയാൾക്ക് 20,000 രൂപ കൊടുക്കുകയാണെങ്കിൽ, ഒരു 25,000 രൂപ ഞാൻ
റഫീഖിന് കൊടുക്കാണ്ടെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? TDS കട്ട് ചെയ്യണം. അപ്പൊ 25,000 ഇൻറ്റു 2 ഡിവൈഡ് 2% വരുന്നത്. അതിന്റെ ലിമിറ്റ് നമ്മൾ ഇപ്പൊ പറഞ്ഞുതരാം. ഇതുവരെ ക്ലിയർ അല്ലേ? 194H എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ബ്രോക്കറേജ് ആണ്. 20,000 രൂപയുടെ മുകളിൽ ഒരു വർഷം ഒരാൾക്ക് അതിലധികം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളണം? TDS കട്ട് ചെയ്തോളണം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതിന്റെ റേറ്റ് 2024 വരെ ഇത് എത്ര പെർസെന്റേജ് ആയിരുന്നു? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. എത്ര പെർസെന്റേജ് ആർക്കെങ്കിലും അറിയോ? 2024 വരെ ടൈപ്പ് ചെയ്തോളൂ. ഇപ്പം പുതിയ പെർസെന്റേജിലാണ് ഓടുന്നത്. ആർക്കാ കേൾക്കാതെ? ഹലോ ഹലോ, കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? രജിസ്റ്റർ ഒന്ന് മൈക്ക് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ടേക്ക് സൗണ്ട് കേൾക്കാത്തൊരു പ്രശ്നമുണ്ട്. എനിക്ക് സൗണ്ട് കേൾക്കാത്തൊരു പ്രശ്നമുണ്ട്. ഹലോ ഹലോ, കേൾക്കാം. ഓക്കെ, ഇപ്പം കേൾക്കാം. അപ്പം പറഞ്ഞു വരുന്നത്, ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞത്, ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, 2024 സെപ്റ്റംബർ 30 വരെ ഇതിന്റെ റേറ്റ് എന്നുള്ളത് 5% ആയിരുന്നു. 5% ആയിരുന്നു 2024 സെപ്റ്റംബർ 30 തോന്നുന്നു. അതുവരെ 5% പിന്നെ ഒക്ടോബർ മുതലാണ് 2024 ഒക്ടോബർ മുതലാണ് 2% എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ മാറിയത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ടാക്സ് പെർസെൻറ്റേജ് ഇപ്പൊ നമ്മൾ 2% എന്ന് പഠിച്ചാൽ മതി. പഴയ റേറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു 5% എഴുതി വെച്ചോളൂ. പക്ഷെ നമുക്ക് അതിനെ കൊണ്ട് റിലവൻസ് ഒന്നുമില്ല, പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഡേറ്റ് ഒക്കെ ഒരു ഏകദേശം ഡേറ്റ് ആണ്. ഇത് 2% എന്നുള്ളത് ഒരു ഒക്ടോബറിൽ തന്നെയാണ്. ഓക്കെ. ഇനി എപ്പോഴാണ് ഇത് ഡിഡക്റ്റ് ചെയ്യേണ്ടത്? എപ്പോഴാണ് ഈ ഒരു സംഭവം ഡിഡക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അറ്റ് ദ ടൈം ഓഫ് പാസിംഗ് ജേർണൽ എൻട്രി. എപ്പോഴാണോ നമ്മൾ ജേർണൽ എൻട്രി ചെയ്യുന്നത്, എപ്പോഴാണോ നമ്മൾ അത് അക്കൗണ്ട്സിനകത്ത് ബുക്ക് ചെയ്യണത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണമെന്നൊക്കെയാണ് നമ്മൾ പറയാം. അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഓഫ് എമൗണ്ട്, ഏതാണോ നേരത്തെ വരുന്നത് ആ സമയത്ത് എന്ത് ചെയ്തോളണം? നമ്മൾ പരിപാടി എടുത്തോളണം. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? അതായത് ഞാനൊരു ബിസിനസ് റൺ ചെയ്യാണ്. പ്രജി സാറിന് ഞാൻ കമ്മീഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. 20,000 രൂപയുടെ മുകളിൽ ഞാൻ ഒരു കമ്മീഷൻ കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ തുറന്ന് ജേർണൽ എൻട്രി ചെയ്താണ്. കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രജിത്ത് എന്ന് എഴുതുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനം ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പൈസയാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ, ഇതൊന്നും എഴുതിയിട്ടൊന്നുമില്ല, എന്നാ പൈസ സാറെ പിടിച്ചോളി എന്ന് പറഞ്ഞ് ആ പൈസ കൊടുക്കുന്ന മൊമെന്റിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാവൂ. ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതാണ് കണക്കെടുപ്പ്. വിച്ച് അവർ ഇസ് ഏർലിയർ. ക്ലിയർ ആയില്ലേ? സെറ്റ് ആയില്ലേ? അപ്പൊ ഞാനൊരു 30,000 രൂപേന്റെ, ഇനി ഈ പറഞ്ഞൊരു സിനാരിയോ എടുത്ത് കൊടുക്കാം. 30,000 രൂപ പ്രജി സാർക്ക് കമ്മീഷൻ കൊടുക്കണം എന്ന് വിചാരിക്കും. ഈ മാസം 30,000 രൂപ പ്രജി സാർക്ക് കമ്മീഷൻ കൊടുക്കണം എന്ന് വിചാരിച്ചോളൂ. 30,000. അപ്പൊ പ്രജി സാർക്ക് ഇതിന്റെ 2% എത്രയാ? 30,000ന്റെ 2% എത്ര? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അപ്പൊ അതിന് 2% എത്രയാ? 2% എത്രയാ? 600 അല്ലെ? 2% 600. അപ്പൊ പ്രജി സാർക്ക് ഞാൻ എത്രയാണ്, എങ്ങനെയാണ് എന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഞാൻ ഇത് കാണിക്കുക എന്നുള്ളതാണ്. ആദ്യം നമുക്കൊരു എക്സ്പെൻസ് ഉണ്ടാവുകയാണ്. ആ എക്സ്പെൻസ് എന്താണ്? കമ്മീഷൻ ആണ് അല്ലെ? കമ്മീഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 30,000 രൂപ കാണിച്ചു. ഞാൻ 30,000 രൂപ എന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്റെ അക്കൗണ്ടിൽ നിന്ന് എക്സ്പെൻസ് ആയതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? 2 എന്ന് പറഞ്ഞിട്ട് പ്രജിത്ത് എന്ന് പറഞ്ഞ് കാണിക്കണം. പ്രജിത്ത് അക്കൗണ്ടിൽ കാണിക്കാം. 30,000 നിന്ന് 600 രൂപ കുറച്ചിട്ടുള്ള ബാലൻസ് എമൗണ്ട് ആയിരിക്കും കാണിക്കാം. എത്രയായിരിക്കും? എത്രയായിരിക്കണോ? ഹലോ, 29,400 കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും? 2 TDS എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? 600 രൂപ ആഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്. അപ്പം എത്ര രൂപയെ കിട്ടത്തുള്ളൂ? എത്ര രൂപ കിട്ടത്തുള്ളൂ?
29,400 രൂപ ആർക്ക് കിട്ടത്തുള്ളൂ? പ്രജിത് സാറിന് 30,000 രൂപ കമ്മീഷൻ ഉണ്ട്. 30,000 രൂപേന്റെ കമ്മീഷന്റെ പണി പ്രജിത് സാർ എടുത്തെങ്കിലും പ്രജിത് സാർ അക്കൗണ്ടിലേക്ക് നമ്മൾ എത്രേ കൊടുക്കത്തുള്ളൂ? 29,400. ബാക്കി 600 രൂപ പ്രജിത് സാറുടെ ഇൻകം ടാക്സിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. അത് ഇങ്ങനെ പഠിച്ചാൽ മതി. പ്രജിത് സാർക്ക് വേണമെങ്കിൽ ഈ 600 രൂപ റിട്ടേൺ ആയിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് തിരിച്ചെടുക്കാനും പറ്റും. ക്ലിയർ ആയോ? ഇതിന് രണ്ട് കണ്ടീഷൻ ഉണ്ട് കേട്ടോ. വിത്ത് പാനും വിത്തൗട്ട് പാനും ഉണ്ട്. പാൻ ഇല്ലെങ്കിൽ ഒരു നേരെ അങ്ങോട്ട് കയറി വേറൊരു പെർസെന്റേജിലേക്ക് പോകും. നമ്മൾ അതിന് സെക്ഷൻ വൈസ് പഠിക്കാം. ഓക്കെ, 30,000 മൊത്തം കൊടുക്കണോ അതോ 20,000 മുകളിലുള്ളതിനാണോ? എങ്ങനെയാ? അല്ല, മൊത്തത്തിൽ ഫുൾ എമൗണ്ടിന്. ക്ലിയർ ആയില്ലേ? ഫുൾ എമൗണ്ടിന് പിടിക്കണം. ക്ലിയർ ആയിരിക്കാണ് ഈ ഒരു പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ആ പോയിന്റ് കൃത്യമായി നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്താൽ മതിയെ. കുറച്ച് ലോ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കത്തൂല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള മലയാളത്തിൽ ഇങ്ങനെ ഒരു നോട്ട് ചെയ്താൽ. കമ്മീഷന്റെ കേസ് മാത്രം ഇങ്ങനെ ഓരോ കേസും നമ്മൾ വിശദമായിട്ട് പഠിക്കും. റെന്റ് നമുക്ക് ഇതേപോലെ പഠിക്കാനുണ്ട്. ഇതിൽ ഓരോ സെക്ഷൻസും വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. സെറ്റായെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി എപ്പോഴാണ് കട്ട് ചെയ്യേണ്ടത് പറഞ്ഞു? അറ്റ് ദ ടൈം ഓഫ് പാസിംഗ് ജേർണൽ എൻട്രി ഓർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഓഫ് എമൗണ്ട്. എപ്പോഴാണോ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്, വിച്ച് എവർ ഈസ് ഏർലിയർ, ഏതാണോ ആദ്യം നടക്കുന്നത് ആ സംഭവം നമ്മൾ ചെയ്യും. ക്ലിയർ ആയില്ലേ? ഉദാഹരണം, ഒരു ഡേറ്റ് പറയും ഞാൻ. 20/4/2025 വിചാരിക്കും. 20/4/2025 ഈ സമയത്താണ് ഒരു പേയ്മെന്റ് എമൗണ്ട് ഡ്യൂ ആയതെന്ന് വിചാരിക്കും. പേയ്മെന്റ് എമൗണ്ട് ഡ്യൂ ആയതെന്ന് വിചാരിച്ചു. ഈ ഒരു എമൗണ്ട് നമ്മൾ കൊടുത്തത് 1/5/2025 വിചാരിക്കും. 30/4 ഡ്യൂ ആയി, പേയ്മെന്റ് കൊടുക്കുന്നത് 1/5 വിചാരിക്കും. എപ്പോഴാണ് ഈ ഒരു എമൗണ്ട് ഡിഡക്ട് ചെയ്യേണ്ടത്? ഹലോ, 1/5. 1/5. കാരണം എന്താ? എപ്പോഴാണോ ഇത് ഡ്യൂ ആയി നമ്മൾ ജേർണൽ എൻട്രി ചെയ്യണത്. അങ്ങനെയല്ല കേട്ടോ, ഡ്യൂ ആയി ജേർണൽ എൻട്രി അങ്ങനെ മനസ്സിലാക്കി. എങ്ങനെയാണ് പൈസ കൊടുക്കണത്? 1/5. ഇനി ജേർണൽ എൻട്രി നമ്മൾ 30/4 എഴുതിയിട്ടുണ്ടെങ്കിലോ, പേയബിൾ എൻട്രി. ആ പേബിൾ എൻട്രി ഇടുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനം കട്ട് ചെയ്യണം. ഇനി ഇത് എപ്പോഴാണ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത്? ഓരോ ക്വാർട്ടറിലും ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതാണ്. ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഓരോ ക്വാർട്ടറിലല്ലേ അത് ഫയൽ ചെയ്യേണ്ടത്. പേയ്മെന്റ് എല്ലാ മാസവും നമ്മൾ അടക്കണം. ഇപ്പൊ 7th നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നെക്സ്റ്റ് മന്തിന്റെ 7th എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു പേയ്മെന്റ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടക്കണം. പിന്നെ ക്വാർട്ടർലി ഇതിന്റെ ഒരു ഫയലിങ്ങും നമുക്ക് വരും. സെറ്റ് ആണോ? ഓക്കെ ആണോ? ഹലോ ഹലോ, സാർ ഒരു ഡൗട്ട് വെച്ചോട്ടെ? ഒറ്റ മിനിറ്റ്. സ്ക്രീൻ ഇപ്പം കിട്ടുന്നില്ല? ഇല്ല സാർ. എന്തോ ഒരു എറർ മെസ്സേജ് വരുന്നുണ്ടല്ലോ. 1 മിനിറ്റ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്തോ ഒരു സൂമിന്റെ ഒരു എററാന്ന് തോന്നുന്നു അല്ലേ? മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അല്ല, സൂമിന്റെ എന്തെങ്കിലും എറർ നടക്കണ്ടോ? എന്റെ വോയിസ് മാത്രമേ പോകുന്നുള്ളൂ, ബാക്കിയൊക്കെ സ്ക്രീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക പറഞ്ഞുതരാം. നമ്മളൊരു ബിസിനസ് സ്ഥാപനം റൺ ചെയ്യാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ റൺ ചെയ്യാണ്. ഒരു ഇൻഡിവിജ്വൽ തന്നെ ആയിക്കോട്ടെ. നമുക്ക് വലിയ രീതിയിൽ ബിസിനസ് ഉള്ള 1 കോടി രൂപേന്റെ മുകളിലൊക്കെ ബിസിനസ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആവട്ടെ, വ്യക്തി ആവട്ടെ, ബിസിനസ് ആവട്ടെ, ആ ഒരു ബിസിനസ് ആ ഒരു സ്ഥാപനത്തിൽ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ 2% കമ്മീഷൻ കൊടുക്കുന്നതിൻ്റെ മുന്നേ എപ്പോഴാണോ നമ്മളത് പിടിക്കുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് എപ്പോഴാണോ നമ്മളത് കൊടുക്കുന്നത്, ആ മൊമെന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എമൗണ്ട് കട്ട് ചെയ്തിട്ട് അയാൾക്ക് കൊടുക്കണം. പിന്നീട് ചെയ്യുന്നത് അയാൾ എന്ത് ചെയ്യും? ഇതിന്റെ പെർസെൻറ്റേജ് ഈ നേരെ എമൗണ്ട് അയാൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് തിരിച്ചെടുക്കും. ഇത് ചെയ്യേണ്ടത്, ഇത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 7ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യണം? ഈ ഒരു എമൗണ്ട് ഗവൺമെന്റിലേക്ക് തന്നെ പേ ചെയ്യണം. ഇതൊരു അഡ്വാൻസ് ടാക്സ് എമൗണ്ട് ആണ്. ഈ വ്യക്തിയുടെ മുകളിൽ അഡ്വാൻസ് ആയിട്ട് ഈ ഒരു എമൗണ്ട് ഗവൺമെന്റിലേക്ക് കയറുന്നതാണ്.
ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സർ ഒരു ഡൗട്ട്. ആ ചോദിച്ചോളൂ. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് ഈ മന്ത്ലി ചെയ്യണം എന്നാ പറഞ്ഞത് TDSന്റെ? അല്ലല്ല, ഇൻകം ടാക്സ് TDSന്റെ റിട്ടേൺ ഫയൽ ചെയ്യാന്ന പരിപാടി അത് ക്വാർട്ടർലി ചെയ്യണം. ക്വാർട്ടർലി. ഇൻകം ടാക്സ് നമുക്ക് ഇയർലി ആണ് ചെയ്യേണ്ടത്. ആ TDSന് രണ്ട്, ഒന്ന് പേയ്മെന്റ്, മറ്റൊന്ന് ഫയലിംഗ്. ഓക്കെ. GSTക്കും നമ്മൾ അതേപോലെ GSTന്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ സെയിൽസ് കാണിക്കും, ആ. പിന്നീട് പേയ്മെന്റ് ചെയ്യും. ആ. ഇതേപോലെ TDSന് രണ്ട് പാർട്ടുള്ളത്, ആദ്യം പേയ്മെന്റ്, പിന്നീട് ഇതിന്റെ ഫയലിംഗ്. ഇൻകം ടാക്സിന് ഒറ്റ ഫയലിംഗ് കേസുള്ളൂ, അഡ്വാൻസ് ടാക്സ് അടക്കുക, ആ ഒരു എമൗണ്ട് ഇയർ എൻഡിൽ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്ത് എടുക്കാം. ഇയർലി. ഓക്കെ, ശരി. സെറ്റ് അല്ലേ? സ്ക്രീൻ ഇപ്പോഴും സ്ക്രീൻ മാത്രമേ കാണിക്കാൻ പറ്റാത്തുള്ളൂ. ബാക്കി ഞാൻ പറയുന്ന വോയിസ് ഒക്കെ കേൾക്കാണല്ലോ അല്ലെ? സ്ക്രീനിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി നമുക്ക് പറയാം. എന്നെ കാണുന്നുണ്ടോ? ഇല്ല ഇല്ല. എന്നെ കാണുന്നില്ല. വോയിസ് ക്ലിയർ അല്ലല്ലോ, വോയിസ് ക്ലിയർ ആവാത്ത ഭയങ്കര സ്ലോ പ്രശ്നം ആയിട്ടാ കിട്ടുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ? അല്ല അല്ല. എനിക്ക് ക്ലിയർ ആയിട്ട് ഇല്ല, കിട്ടുന്നുണ്ട്. clear ആയി കിട്ടുന്നുണ്ട്. എനിക്ക് സ്ക്രീൻ മാത്രമേ എനിക്ക് ഇവിടുന്ന് ഷെയർ ചെയ്യാൻ പറ്റാത്തുള്ളൂ. അത് പ്രശ്നമില്ല. കുറച്ച് സ്ക്രീൻ കാണുന്നില്ല, പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ആയി പോയി ഇതിന്ന്. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തോ ചെറിയൊരു പ്രശ്നമാണ്. പക്ഷെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം, കുഴപ്പമില്ല. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. എനിക്ക് ഇവിടുന്ന് ആരും മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം ഉറപ്പുവരുത്തുക നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ആണെന്നുള്ളത്. അപ്പൊ എന്റെ പ്ലീസ് മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യുക. എനിക്ക് ഇവിടുന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. മൈക്കോ ഇനി ഇപ്പൊ നമ്മള് കമ്പനിയുടെ കേസുകളൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മള് ഇൻഡിവിജ്വല് TDS അടക്കാൻ ബാധ്യതയുള്ള ആളാണ് എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ആർ ലാബിൾ ടു പേ TDS ഡിഡക്റ്റ്, അതായത് ലാബിൾ ടു ഡിഡക്റ്റ് TDS. വ്യക്തികള് TDS ഡിഡക്റ്റ് ചെയ്യാൻ ബാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ആദ്യം പറഞ്ഞത് കമ്പനികൾ, അതർ ദാൻ ഇൻഡിവിജ്വൽ. ഇനി ഇൻഡിവിജ്വലിന്റെ കേസിൽ പറയുമ്പോൾ രണ്ട് കേസുള്ളത്. ഇൻഡിവിജ്വലിന് രണ്ട് രീതിയിലുള്ള ചെയ്യാൻ പറ്റും, ഒന്ന് ബിസിനസ്, മറ്റൊന്ന് പ്രൊഫഷൻ അല്ലെ? ഒന്ന് ഒരാൾക്ക് ഒരു ബിസിനസ് ആയിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പ്ലീസ് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാം. എനിക്ക് ഇവിടുന്ന് ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആരതാണ് സൗണ്ട്? അൻവർച്ച
ഇപ്പൊ ഓക്കെ അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. ഓക്കെ ഓക്കെ. സോറി, എന്താ എന്റെ ഭാഗത്തുള്ള ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. കുറച്ച് സൈലന്റ് ആയി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ബിസിനസിന്റെ കേസുകളാണ് നമ്മൾ പറഞ്ഞത്. ബിസിനസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഇതിന്റെ 2% കട്ട് ചെയ്തിട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യണം? ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. ഇനി ഒരാൾ ഇൻഡിവിജ്വൽ ആണെന്ന് വിചാരിക്കും. ഇൻഡിവിജ്വലിന് ഇതിനകത്ത് എക്സംഷൻ ഉണ്ട്. ഏത് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപയുടെ ഇൻഡിവിജ്വൽ 2 രീതിയിലാണ് നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യാം. ഒന്ന് അയാൾ എന്ത് ഉണ്ടാവും? ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അയാൾ ബിസിനസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അയാൾക്ക് ഒരു പ്രൊഫഷൻ ഉണ്ടാവും. ഈ സംഭവത്തിൽ നിന്ന് അയാൾക്ക് 1 കോടി രൂപയുടെ, ഇപ്പൊ ബിസിനസ് ആണെങ്കിൽ 1 കോടി രൂപയുടെ ടേൺ ഓവർ അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം? കമ്മീഷൻ TDS അയാൾ പിടിച്ചിരിക്കണം. ഇനി 1 കോടിയുടെ താഴത്താണ് അയാളുടെ ടേൺ ഓവർ എങ്കിൽ അയാൾ എന്ത് ചെയ്യണ്ട? ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യണ്ട? പിടിക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ ആയോ? ഇപ്പം ഞാൻ യൂനിസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്റെ ടേൺ ഓവർ, അതായത് ഈ 44AB എന്നൊക്കെ പറയും അതിനകത്ത്, അതായത് ഓഡിറ്റിംഗ് നിർബന്ധമായി വരേണ്ട കേസുകളൊക്കെ പറയുന്ന കേസുകൾ ബിസിനസ്സിൽ. അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 1 കോടിയുടെ താഴെയാണെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളില്ല. മുകളിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇൻകം ടാക്സ് പേ ചെയ്യണം. ഇനി പ്രൊഫഷൻ ആണെങ്കിൽ 15 ലാഖിന്റെ മുകളിലാണെങ്കിൽ, പ്രൊഫഷൻ ആണെങ്കിൽ 15 ലാഖിന്റെ മുകളിലാണെങ്കിൽ എന്ത് ചെയ്യണം? TDS കട്ട് ചെയ്ത് പോകണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നേരത്തെ പറഞ്ഞത് എനി പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞപ്പം ഇൻഡിവിജ്വൽ ഇല്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ഇൻഡിവിജ്വലിന്റെ കണക്ക് എന്ന് പറഞ്ഞത് ഇൻഡിവിജ്വൽ 2 രീതിയിലാണ് ഇതിനകത്തേക്ക് വരിക. ഒന്ന് ബിസിനസ് ആയിട്ട്, ബിസിനസ് ആണെങ്കിൽ 1 crore ടേൺ ഓവർ നോക്കും. പ്രൊഫഷൻ ആണെങ്കിൽ 50 lakhs ടേൺ ഓവർ ആണ് ചെക്ക് ചെയ്യാൻ. ക്ലിയർ ആയല്ലോ? ഇതിന്റെ മുകളിൽ അപ് ടു 1 crore വരെ എന്തില്ല. ചോദിച്ചോട്ടെ ആ സാറേ, മറ്റേ സാർ പറഞ്ഞില്ലേ ക്വാർട്ടർലി ആണ് TDS ഫയൽ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ആ അപ്പൊ ഇൻഡിവിജ്വൽസിന് കാണുമ്പോ നമ്മള് മന്ത്ലി ഇൻകം ആണോ കണക്കാക്ക, ഇയർലി ഇൻകം ആണോ കണക്കാക്ക? അത് മനസ്സിലായില്ല. അതായത് ഈ ഇൻകം എങ്ങനെ കണക്കാക്കാന്നുള്ളതാണോ? 50 lakh ടേൺ ഓവർ, 1 crore ടേൺ ഓവർ എന്ന് പറഞ്ഞില്ലേ? അത് അയാളുടെ ഈ ഇതിന്റെ ടേൺ ഓവർ അല്ല, അയാളുടെ ബിസിനസിന്റെ ടേൺ ഓവർ. അതായത് ഈ ഇതിന്റെ കട്ടിങ് അല്ല. അതായത് ആദ്യം ഒന്നുകൂടി ഇങ്ങനെ ശ്രദ്ധിച്ചോളേ. ഈ TDSന്റെ ആദ്യത്തെ ഡെഫിനിഷൻ, എനി പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ ഓർ HUF അവരെന്ത് ചെയ്യണം? 2% 20,000 രൂപയുടെ മുകളിൽ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പെർ ഇയർ പെർ പേഴ്സൺ 20,000 രൂപയുടെ മുകളിൽ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ബിസിനസ്സുകാരും എന്ത് ചെയ്തോളണം? TDS കട്ട് ചെയ്തോളണം. അപ്പൊ അതർ ദാൻ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ, ഈ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, ഈ വ്യക്തി 2 രീതിയിലുള്ള ഒരു വ്യക്തി. ഇപ്പൊ ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് 2 രീതിയിലാണ് എനിക്ക് TDSന്റെ ബാധ്യത വരിക. ഒന്ന്, ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കാം. ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ 1 കോടി രൂപ വരെ എനിക്ക് വരുമാനമുള്ള ഒരാളാണെങ്കിൽ എനിക്ക് എന്തില്ല, എനിക്ക് TDSൽ ഇതിന്ന് എന്ത് ചെയ്യാം? ഒഴിഞ്ഞു മാറി നിൽക്കാം. 1 കോടി രൂപന്റെ മുകളിലേക്ക് എന്റെ ബിസിനസിന്റെ ടേൺ ഓവർ പോയി കഴിഞ്ഞാൽ ഞാൻ ആർക്കെങ്കിലും കമ്മീഷൻ കൊടുക്കുകയാണെങ്കിൽ 20% എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. 1 കോടിന്റെ താഴെയാണ് എന്റെ ഉദാഹരണം, ഒരു 90 ലക്ഷം രൂപയാണ് എന്റെ ടേൺ ഓവർ എന്ന് വിചാരിച്ചോളി. ഞാൻ ഒരുപാട് ആൾക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ഈ കമ്മീഷൻ 20,000 രൂപയുടെ മുകളിലായാലും എന്തില്ല? ബാധ്യത വരുന്നില്ല. എന്നാൽ 1 കോടി രൂപയുടെ മുകളിലാണ് എന്റെ വർഷത്തിലത്തെ ബിസിനസിന്റെ ടേൺ ഓവർ എങ്കിൽ ഞാൻ എന്ത് ചെയ്തോളണം? കമ്മീഷൻ കൊടുത്തോളണം. ക്ലിയർ ആയോ? എന്റെ പൊസിഷൻ ആണ് ഇവിടെ, അല്ലാതെ അത് ഇതായിട്ട് കണക്ഷൻ അല്ല. ഇനി ഞാനൊരു പ്രൊഫഷനാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു ടാക്സ് കൺസൾട്ടിംഗ് പ്രൊഫഷൻ ആണ് ഞാൻ ചെയ്യുന്നത് വിചാരിക്കും. 50 ലക്ഷം രൂപ വരെ എനിക്ക്
ഇതിന്റെ പ്രശ്നങ്ങളില്ല. 50 ലക്ഷം രൂപയുടെ മുകളിലായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? TDS പിടിക്കണം. അതാണ് ഇൻഡിവിജ്വലിന്റെ കേസ്. ക്ലിയർ ആയോ? ആ സർ. ഇനി ഈ വിവരം ഇപ്പൊ ഞാൻ ആരാണോ കട്ട് ചെയ്യണത്, ഈ കട്ട് ചെയ്യുന്ന ആളുടെ പണി എന്താ? എല്ലാ മാസം ഈ റിപ്പോർട്ട് ആർക്ക് കൊടുക്കാം? ഗവൺമെന്റിന് കൊടുക്കാം. ക്വാർട്ടർലി എന്ത് ചെയ്യാം? ഇതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാം. നമ്മൾ വൃത്തിയിൽ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാല് ആ സാധുവിന് എന്ത് കിട്ടുള്ളൂ? ഇതിന്റെ ഇൻപുട്ട് കിട്ടുള്ളൂ. നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഇൻപുട്ടും കിട്ടൂല, നമുക്ക് നല്ല ഫൈനും വരും. ചെറിയ ഫൈനൊന്നല്ല, നല്ല ഫൈൻ വരും. അപ്പൊ സെറ്റ് അല്ലേ? ഈ പറഞ്ഞ ക്ലിയർ അല്ലേ? ഇൻഡിവിജ്വലിന്റെ കേസിലും പ്രൊഫഷന്റെ കേസിലും. അതിന് ഇതിന്റെ മുകളിൽ 1 crore മുകളിലും 50 lakhs മുകളിലും ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നിർബന്ധമായിട്ട് നമ്മൾ ഫയൽ ഓഡിറ്റ് ചെയ്യണം. ആ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് പറയല് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റഡ് ബുക്സ്, അത് 44AB എന്നാണ് ആ ഒരു കോൺസെപ്റ്റിൽ ഇൻകം ടാക്സിന്റെ സംഭവത്തിൽ പറയാം. 44AB. ഓക്കെ, ഇനി കുറച്ച് സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഇതിന്റെ ഓരോ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയൊക്കെയാണ് ഇത് വരിക എന്നുള്ളത്. സ്ക്രീനിൽ വരച്ച് തന്നെ കാണിച്ചു തരാം ഓരോ സിറ്റുവേഷൻ. ഇതിന്റെ എല്ലാ കേസുകളും നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെക്കോർഡിംഗ് ആണല്ലോ അല്ലെ? റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കണല്ലോ അല്ലെ? റെക്കോർഡിംഗ് ഇല്ല? ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്ത് തന്നെയല്ലേ ഇത്? ഓക്കെ, ഇപ്പം വരാൻ നിൽക്കിയല്ലോ. ഓക്കെ, ഇനി ഞാൻ ഒരു കേസ് പറയാം. എൻ്റെ ഒരു കമ്പനി, അതാണ് യൂനിസ് കമ്പനി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് വിചാരിച്ചോളൂ. ഒരു കമ്പനി എന്നുള്ള അർത്ഥത്തിൽ യൂനിസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരിക്കും. എനിക്കൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇനി കുറച്ച് കേസുകൾ പറയാം. ഇതിനകത്ത് 3 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കും. ഒന്നാമത്തെ എംപ്ലോയീസ് നമ്മളെ ആരിസ് സാറാണ്. ഒന്നാമത്തെ എംപ്ലോയി ആരിസ് സാറാണ്. ആരിസ് സാറുടെ കമ്മീഷൻ 20,000 രൂപയാണ് പെർ ഇയർ എന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ടാമത്തെ ആള് ആരാണ്? നമ്മളെ സാസ്മിത. ഓക്കെ, രണ്ടാമത്തെ ആള് സാസ്മിത. സാസ്മിതന്റെ ഒരു വർഷത്തെ കമ്മീഷൻ ഒരു 16,000 രൂപയാണ് എന്ന് വിചാരിക്കാം. 16,000 rupees ആണെന്ന് വിചാരിക്കാം. മൂന്നാമത്തെ ആള് നമ്മളെ ഒമർക്കയാണ്. ഒമർക്കന്റെ ഒരു വർഷത്തെ കമ്മീഷൻ എന്ന് പറഞ്ഞത് 10,000 പെർ ഇയർ ആണെന്ന് വിചാരിക്കാം. 10,000 പെർ ഇയർ ആണെന്ന് വിചാരിക്കാം. ഇവർക്ക് ടാക്സ് ലയബിലിറ്റി എങ്ങനെയൊക്കെയാ വരുന്നത്? എങ്ങനെയായിരിക്കും വരിക? ഇവർക്ക് എങ്ങനെയായിരിക്കും ടാക്സ് ലയബിലിറ്റി വരിക? 20,000 മുകളിലുണ്ടെങ്കിൽ TDS പിടിക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ വ്യക്തിക്ക് ആരിസ് കാക്ക് TDS അപ്ലിക്കബിൾ ആണോ? ആരിസ് ഖാന്റെ കയ്യിൽ നിന്ന് TDS പിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ആപ്ലിക്കബിൾ ആണ്. TDS പിടിക്കാൻ പറ്റും ആരിസ് ഖാന്റെ കയ്യിൽ നിന്ന്? എന്തുകൊണ്ട് പിടിക്കാൻ പറ്റും എന്ന് കൂടി പറയണേ. 20,000 അല്ലേ? ആണോ? 20,000 മുകളിൽ നിന്നല്ലേ പറഞ്ഞത്? 20,000 മുകളിലല്ലേ പറഞ്ഞേ? 20,000 മുകളിലായതുകൊണ്ട് ഇവിടെ നോട്ട് അപ്ലിക്കബിൾ. ഓക്കെ, റെഡി ആണല്ലോ? രണ്ടാമത്തെ കേസിൽ സാസ്മിതന്റെ കേസിൽ ഇസ് ഇറ്റ് അപ്ലിക്കബിൾ? Applicable ആണ്. അല്ല. അല്ലല്ല. അപ്ലിക്കബിൾ ആണോ? എന്തുകൊണ്ടാ? ആപ്ലിക്കബിൾ എന്തുകൊണ്ട് അപ്ലിക്കബിൾ അല്ല? ഇത് 20,000 രൂപയുടെ താഴെയാണ്. 20,000 പെർ ഇയർ പെർ പേഴ്സൺ. ക്ലിയർ ആയോ? 20,000 പെർ ഇയർ പെർ പേഴ്സൺ. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി രണ്ടാമത്തെ കേസ് ഇവിടെ അപ്ലിക്കബിൾ ആണ്. മൂന്നാമത്തെ ഇവിടെ അപ്ലിക്കബിൾ ആണോ? നോട്ട് ആപ്ലിക്കബിൾ ആണ്. വൈ? 10,000. ബിലോ 20,000. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും? ആരിസ് കാക്ക് കമ്മീഷൻ കൊടുക്കുകയാണെങ്കിൽ, സാസ്മിത കമ്മീഷൻ കൊടുക്കുകയാണെങ്കിൽ, ഓമറിന് കമ്മീഷൻ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ജനറൽ എൻട്രി എങ്ങനെയായിരിക്കും? കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ഹാരിസ്, സാസ്മിത, ഓമർ. റെഡി അല്ലേ? കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് 20, 36, 46. 46,000 ടു ഹാരിസ്, 20,000 ടു സാസ്മിത, 16,000 ടു ഓമർ, 10,000. അല്ലെങ്കിൽ വേറെ വേറെ ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റും. സെറ്റ് ആണോ? ഇത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ.
എന്തുകൊണ്ടാണ് ഇവർക്ക് അപ്ലിക്കബിൾ ആവാത്തെന്നുള്ളത് എല്ലാം 20,000 രൂപേന്റെ താഴത്താണ്. ഇപ്പൊ നോർമലി ഇതിന്റെ ഒരു ജേർണൽ എൻട്രി വരിക കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ടോട്ടൽ എമൗണ്ട് 20ഉം 36ഉം 46 46,000 ടു ഹാരിസ് 2222 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം ഇത്, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് എന്ത് ചെയ്യാം സാധനങ്ങൾ എഴുതി പോവാം. ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസ് ഇതേ പറഞ്ഞ ഒരു കമ്പനി, ഇപ്പൊ എന്റെ യൂനിസ് ലിമിറ്റഡ്, യൂനിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി. ഈ കമ്പനിയിൽ നേരത്തെ പറഞ്ഞ അതേ കേസിലുള്ള ആളുകൾ തന്നെ പിടിക്കാം. ഒന്ന് ആരിസ് ഖാൻ. ഓക്കെ, ആരിഷിന് 21,000 പെർ ഇയർ ഉണ്ടെന്ന് വിചാരിച്ചോളെ. രണ്ടാമത്തെ ആള് സാസ്മിത, ഇവർക്ക് 14,000 പെർ ഇയർ എന്ന് വിചാരിക്കാം. മൂന്നാമത്തെ ആൾക്ക് ഉമർക്കൊക്കെ 20,000 പെർ ഇയർ എന്ന് വിചാരിക്കാം. ഇതിലെങ്ങനെയായിരിക്കും സംഭവം ഉണ്ടാവുക? മാത്രമേ ആപ്ലിക്കബിൾ. എങ്ങനെ? ഫസ്റ്റത്തെ കേസ് ഹാരിസിന് മാത്രമേ ആപ്ലിക്കബിൾ ആവും. ഇവിടെ അപ്ലിക്കബിൾ ആവോ എന്നുള്ള ചോദ്യത്തില് യെസ് അപ്ലിക്കബിൾ ആവും. കാരണം അബവ് 21,000. ഇങ്ങനെ 21,000 വന്നു കഴിഞ്ഞാല് നമ്മള് വേഗം ചിന്തിക്കാൻ എന്താ അറിയോ, 1000ന്റെ മുകളിൽ അടിച്ചാൽ മതി എന്നായിരിക്കും ചിന്തിക്കാനോ. ഓൾ എമൗണ്ട്, മൊത്തം എമൗണ്ടിന് മുകളിൽ അടിക്കണം. അതായത് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് 21,000 വരും. ടു ആരാണ് നമ്മളെ ആരിഷ്, എത്ര വരാം? ആരിഷ് എത്ര വരാം? 20,500 അല്ലേ? അല്ലേ? 2% അല്ലേ? ആ 2%. അപ്പൊ 21,000 എത്ര? 420 അല്ലേ? ആ അപ്പൊ ഇവിടെ എന്ത് ചെയ്യും നമ്മള്? 105 അല്ലേ? 20. റെഡി അല്ലേ? ഈ രീതിയിലായിരിക്കും ഇതിന്റെ ജേർണൽ നമ്മൾ എഴുതാം. ക്ലിയർ? അപ്പൊ ആരിസ്കാക്ക് എത്ര കിട്ടുള്ളൂ? 20,500 കിട്ടുള്ളൂ. 21,000 രൂപ കമ്മീഷൻ ഉണ്ടെങ്കിൽ 20,500 രൂപ. 400 രൂപ എവിടെയും പോകില്ല. ആരെ കൊണ്ട് പോകും? ഈ 26 AS എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ആ 26 ASലേക്ക് കയറി പോകും. 26 AS എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സിന്റെ TDSന്റെ ഒരു സാധനമാണ്. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ ഓൾറെഡി അടച്ച എമൗണ്ട് ഒക്കെ കയറി വരുന്ന ഒരു പാർട്ടാണ് 26 AS എന്ന് ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കാം. രണ്ടാമത്തെ കേസ് 25 ചെയ്യാല്ലേ ഹാരിസിന്റെ അക്കൗണ്ടിൽ പോകുന്ന എങ്ങനെ? 20,580 അല്ലേ വരിക ഹാരിസിന്റെ അക്കൗണ്ടിൽ? യെസ്. മാറിക്കണോ? തെറ്റിക്കണോ? 1,050 അല്ലേ? 20,000. 20,500 അല്ല 20,580 ആവും. ഓക്കെ, 20,580. റെഡിയാ? അപ്പൊ ഇവിടെ എത്ര വരും? സോറി, മാറിയതാണല്ലേ? റെഡി അല്ലേ? യെസ്. ഓക്കെ. ഈ രീതിയിലാണ് എന്ത് ചെയ്യാം നമ്മള് കണക്ക് ചെയ്യുക. ഇനി സാസ്മിതന്റെ കേസിൽ എങ്ങനെ വരാം? അപ്ലിക്കബിൾ? നോട്ട് ആപ്ലിക്കബിൾ. വൈ? അപ്പൊ ഇവര് ജേർണൽ എൻട്രി എങ്ങനെ വരാം? കമ്മീഷൻ അക്കൗണ്ട്. കമ്മീഷൻ അക്കൗണ്ട് ഇട്ടു സാസ്മിത അല്ലേ? വേറൊന്നും വരില്ലല്ലോ. ഒമർ ഖാന്റെ കേസിൽ അപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ അല്ല. നോട്ട് ആപ്ലിക്കബിൾ. വൈ? 20,000 മുകളിലാണ് ആപ്ലിക്കബിൾ. 20,000 മുകളിലാണ് ഈ ഒരു കേസ് എന്ന് പറയാം. റെഡി അല്ലേ? അപ്പൊ രണ്ട് സിനാരിയോ നമ്മൾ പഠിച്ചു. ഒന്ന്, എല്ലാ കേസുകളും 20,000 താഴെയാണെങ്കിൽ അപ്ലിക്കബിൾ അല്ല. രണ്ടാമത്, ഒരാൾക്ക് ഇതിനാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഇല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളിലൊന്നും ഇത് തലയിൽ വൺസ് ഒരാൾ ചെയ്യണമെങ്കിൽ എല്ലാവരുടെ തലയിലും ഇത് രണ്ടും ആവശ്യം ഇല്ല എന്നർത്ഥം. ഇനി മൂന്നാമത്തെ ഒരു കേസ് പഠിക്കാം. എല്ലാ കേസും പറയട്ടോ, നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഡൗട്ട് ഉണ്ടാവരുത്. ഇതേ കേസ് തന്നെ എടുത്തോളി. ഫസ്റ്റ് നമ്മൾ ഹാരിസ് ഖാക്ക് ഈ ഒരു വർഷം 21,000 സംഭവം ഉണ്ട് എന്ന് വിചാരിക്കും പെർ ഇയറിൽ. പിന്നെ നമ്മൾ ആരെയാണ്? സാസ്മിത അല്ലേ? സാസ്മിതക്ക് 20,001 ആണെന്ന് വിചാരിച്ചോളി.
20,001. 20,001 നല്ലത്. ഓക്കെ. മൂന്നാമത്തത് ഒമർക്കാക്ക് 25,000 പെർ ഇയർ ഉണ്ട് എന്ന് വിചാരിക്കാം. മൂന്നാമത്തെ കേസ് 25,000 പെർ ഇയർ. ഇങ്ങനത്തെ കേസിൽ എങ്ങനെയായിരിക്കും ഈ ആൾക്ക് ഇവിടെ അപ്ലിക്കബിൾ ആണോ അല്ലേ? അപ്ലിക്കബിൾ ആണെങ്കിൽ എത്ര, എങ്ങനെ? അപ്ലിക്കബിൾ ടു ആൾ. അപ്ലിക്കബിൾ ടു ആൾ, എല്ലാവർക്കും എന്തോ ആപ്ലിക്കബിൾ ആണ്. അപ്ലിക്കബിൾ ആണ് അല്ലെ? എല്ലാവർക്കും അപ്ലിക്കബിൾ. അപ്പൊ ഇതിന്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞ ഫാസ്റ്റ് ആയിട്ട് കമ്മീഷൻ കമ്മീഷൻ അക്കൗണ്ട് 21,000 ടു ഹാരിഷ് ഹാരിഷ്. എത്ര എമൗണ്ട് വരും? 20,500. 20,580 വരും. TDS പേയബിൾ എത്ര വരും? 420. റെഡി അല്ലേ? രണ്ടാമത്തെ സാസ്മിതന്റെ കേസിലോ ഇങ്ങനെ വരുമ്പോ നല്ലോണം ശ്രദ്ധിക്കണേ. 20,001 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കരുത്? 1 രൂപന്റെ മുകളിൽ TDS കട്ട് ചെയ്യാന്ന് ചിന്തിക്കരുത്. എൻറ്റയർ എമൗണ്ട്, മൊത്തം എമൗണ്ട്, ഫുൾ എമൗണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്ത് ചെയ്യും? കമ്മീഷൻ സ്പീഡ് അടിച്ചു വിടാണ്. കമ്മീഷൻ 20,001. സാസ്മിത ഇത് 2 ആണ്. 19 എത്ര വരാം? മൈക്കും വേണ്ടിയാണ്. പോയിന്റ് ഡെസിമൽസ് ഉണ്ടാവും. അപ്പൊ എത്ര വരാം? 19 600 ആണ് റൗണ്ട് ചെയ്യുമ്പോ. 600 ഒരു ഇതൊക്കെ വരും അല്ലേ? ഇങ്ങനല്ലേ വരാ? ഇങ്ങനെ വരും അല്ലേ? ഓക്കെ, ഇതാണ് ഇവരുടെ കമ്മീഷൻ. കറക്റ്റ് റൗണ്ട് ചെയ്ത് പോയാൽ മതി. ഞാൻ ജസ്റ്റ് അങ്ങനെ കാണിച്ചെന്നുള്ളൂ. ഇനി ഒമർഖാന്റെ കേസ് എങ്ങനെ വരാം? കമ്മീഷൻ 25 ടു ഒമർ 24,500 അല്ലേ? TDS പേയബിള് 500. സെറ്റ് അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ അല്ലേ? 3 കേസ് വന്നു. ആദ്യത്തെ കേസിൽ മൊത്തം ഇല്ലാത്ത, രണ്ടാമത്തെ ഒരാൾക്ക് വന്നു, മൂന്നാമത്തെ എന്തെന്നു മുഴുവൻ ആളുകൾക്കും TDS വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ, ഇവൺ 1 രൂപ വന്നു കഴിഞ്ഞാലും എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്തു നമ്മള് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഫോർത്ത് കേസ് എല്ലാം ഒറ്റ എൻട്രി ആയിട്ട് ചെയ്യാൻ പറ്റൂലേ ഇത്? ഒറ്റ എൻട്രി ആക്കിയിട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത വേറെ കേസ്. എല്ലാ കേസും പറയാണ്. പിന്നെ ഇനി ഇതിനകത്ത് ഒരു ഡൗട്ട് എന്നോട് ചോദിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പേര് മെൻഷൻ ചെയ്യണ്ടേ ഓരോരുത്തരുടെ പേയബിളിൽ? എങ്ങനെ? TDS ഓരോരുത്തരുടെ പേര് മെൻഷൻ ചെയ്യണ്ടേ തിരിച്ചറിയാൻ വേണ്ടി? അത് ചെയ്യാം. ഓക്കെ, ഇതിന്റെ അക്കൗണ്ട്സിലെ എങ്ങനെ ഓരോ സ്ഥാപനത്തിൽ ചെയ്യണം എന്നല്ല, നമ്മളെ സ്ഥാപനത്തിന്റെ ഇതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്തു കൊടുക്കാം. ഓക്കെ, ഇനി വേറൊരു കേസ്. ആദ്യത്തെ കേസ് ആദ്യം നമ്മൾ പറഞ്ഞ ആരിഷ്ക അല്ലെ? ആരിഷ്കയ്ക്ക് 21,000 ഉണ്ടെന്ന് വിചാരിക്കും. 21,000 ആണെന്ന് വിചാരിക്കും. പിന്നുള്ളത് സാസ്മിതക്ക് 20,000. ഇപ്പൊ നമ്മൾ എത്ര കേസ് പറഞ്ഞു? 20,001 പറഞ്ഞു അല്ലേ? ഇതിപ്പോ നമ്മള് ഈ പറഞ്ഞ പോലത്തെ ഒരു കേസ്. ഇനി നമുക്ക് വേറൊരു കേസ് എടുക്കാം. 2120 എന്നുള്ളതിൽ വേറെ കേസ്, 5ാമത്തെ കേസ്. ഇതില് 21 ഇട്ടിട്ട് 20 മൈക്ക് മ്യൂട്ട് 20 2001. വേറെ ചെറിയൊരു വേറൊരു രസകരമായ ഒരു കേസും കൂടി ഉണ്ട്, അതും കൂടി നോക്കാം. നമുക്ക് ഇതേ ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് ഒമർക്കൊക്കെ നമുക്ക് 25,000 രൂപ. നേരത്തെ പറഞ്ഞ ഇതേ കേസ് തന്നെയാണ്. ആഷ്കാക്ക് 21 കിട്ടി, ഒമർക്കാക്ക് ഈ ഒരു സംഭവം കിട്ടി. ഇനി ചെറിയൊരു കണ്ടീഷൻ കൂടി. അതായത് ഇതിലെ സാസ്മിതക്കും അതേപോലെ തന്നെ നമ്മളെ ഒമർക്കാക്കും പാൻ കാർഡ് ഇല്ല എന്ന് വിചാരിക്കേ. നോ പാൻ കാർഡ്, ഡു നോട്ട് ഹാവ് പാൻ കാർഡ്, നോ പാൻ കാർഡ്. എന്താ സംഭവിക്കാം? ഇതൊരു വലിയ കേസാണ്.
നോർമലി നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞു ഡിഡക്ട് ചെയ്യുന്നവന് ടാന് പാന് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം നമുക്ക് എല്ലാ ക്ലാസ്സിലും പറഞ്ഞാണ്. പക്ഷെ സാസ്മിതയും അനൂപ്കയും പുതുതായിട്ട് നമ്മുടെ കമ്പനിയിൽ വന്നാണ്. കമ്മീഷൻ ഈ പറഞ്ഞൊരു എമൗണ്ട് കിട്ടുകയും ചെയ്തു. ഇനി ഒരു എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവർക്ക് ഒരു അക്കൗണ്ട് വേണ്ടേ? ഹലോ, പാൻ കാർഡ് വേണ്ടേ? ഇവർക്ക് പാൻ ഇല്ല. പാൻ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാലോ. നമ്മളൊരു അക്കൗണ്ടന്റ് ആവുന്ന സമയത്ത് അവരോട് പറയാം ഒരു 500 രൂപ തന്നാൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇൻ കേസ് ഇല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? ആക്ട് പറയണത് ഇപ്പൊ 206(7) എന്നുണ്ട്, അങ്ങനെ എന്തോ ഒരു ആക്ട് ഉണ്ട്. എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വേണമെങ്കിൽ നമുക്കൊന്ന് ഉറപ്പ് വരുത്താം. 206(a) എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ള. ഇതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് പറയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ കയറാം. ഇങ്ങനത്തെ നമുക്കൊരു ആക്ടിലോ അല്ലെങ്കിൽ റൂളിലോ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം എന്നറിയാം, ഇൻകം ടാക്സിന്റെ സൈറ്റിൽ കയറിയാൽ മതി. വേറെ എവിടെയും കയറിയ ആൾക്കാർ കുറെ സംശയം ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് കയറണ്ട. ഇൻകം ടാക്സിന്റെ സൈറ്റിനകത്ത് കയറാം. ഇതാണ് ഇൻകം ടാക്സിന്റെ സൈറ്റ്. ഓക്കെ, ഇതിനകത്ത് ഇവിടെ കാണാം. ഓക്കെ, ഇൻകം ടാക്സിന്റെ ഡീറ്റെയിൽ എവിടെയെങ്കിലും ചോദിക്കുന്നത് ഇതുണ്ടോ? ടാക്സ് ഇൻഫർമേഷൻ ആൻഡ് സർവീസ്. ഇവരെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം. ഇതിന് പോകുമ്പോൾ നമ്മൾ ഒരു സൈറ്റിനകത്തേക്ക് പോകും. ഇവിടെ ഈ ടാക്സ് റൂൾസ് ആൻഡ് ലോസ് ഉണ്ട്. റൂൾസ് ഉണ്ട്, ആക്ട് ഉണ്ട്, ലോ ഉണ്ട്. അപ്പൊ നമുക്ക് ആക്ടിലേക്കാണോ? നമുക്ക് സെക്ഷൻ വൈസ് കണ്ടന്റിലേക്ക് പോയി നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇൻകം ടാക്സ് ആക്ടിലേക്ക് പോകും. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉള്ള സൈറ്റ്, ആ ഒരു സെക്ഷൻ അല്ലേ എനിക്ക് തോന്നുന്ന ആ ഒരു സെക്ഷൻ ഞാൻ ഇവിടെ അടിച്ചു നോക്കണം. 206 ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. റിക്വയർമെന്റ് ഫർണിഷ് ഇത് തന്നെയാണ്, ഇത് തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് പറയുന്ന ഓക്കെ ഇതാണ് ഈ ഒരു ആക്ടിന് പറയുന്നത്. ഈ ഒരു ആക്ടിൽ പറഞ്ഞ the right of 20%. അതായത് ഒരാൾക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ അവന്റെ അടുത്ത് കട്ട് ചെയ്യേണ്ടത് 20% അവന്റെ കയ്യിൽ നിന്ന് കട്ട് ചെയ്യേണ്ടത്. നമ്മളൊരു അക്കൗണ്ടന്റ് ആവുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇയർ എൻഡിൽ നമ്മളിപ്പോഴത്തെ ആളുകൾ ഓഡിറ്റിങ്ങിന് വരുന്ന സമയത്ത് അത് ഭയങ്കര ചൊറയായിരിക്കും. പിന്നെ അത് വലിച്ചു നീട്ടാൻ കഴിയത്തില്ല. അപ്പോൾ ഈ ആക്ട് ആണ് നോക്കണത്. എപ്പോഴും നമ്മൾ എന്ത് സംശയം വന്നു കഴിഞ്ഞാലും നമ്മൾ നേരെ പോവാ, ആക്ടിൽ പോവാ. ഈ കാര്യം അവിടെ എന്താണോ പറഞ്ഞത് അതെന്ത് ചെയ്യാം, അതേപോലെ അപ്ലൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ആക്ട് എങ്ങനെ നോക്കേണ്ടതെന്ന് കിട്ടില്ലേ? സാന്ദർഭികമായിട്ട് പറഞ്ഞ സമയത്ത് സാധനം കൂടി പറഞ്ഞത് മാത്രം. അപ്പൊ നമ്മള് കട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം ഇവർ ഈ ഒരു കേസിനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത് നമുക്ക് ഒമർക്കാക്കും സാസ്മിതക്കും എന്തില്ല, പാൻ കാർഡ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവരടുത്തുനിന്ന് കട്ട് ചെയ്യേണ്ട എമൗണ്ട് 20% ആണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു കേസാണ്. അപ്പോൾ ആയുഷ് കാക്ക് നോർമലി ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. എങ്ങനെ പോകും? കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ എത്ര? 21,000 ടു ആയുഷ് എത്ര? 20,000 കമ്മീഷൻ എത്രയാടാ? 580. എത്ര? 420. അല്ല, ഇവരുടെ മൊത്തം എമൗണ്ട് എത്ര വരിക? 20,580. 20,580 ടു TDS പേയബിൾ എത്രയാ? 420 അല്ലേ? 420. 2% ആണ് എന്ത് ചെയ്തത്, കട്ടിങ് വന്നത്. ഇനി ഇവരുടെ കേസിൽ ഇവർക്ക് രണ്ടാക്കും ഇല്ല, സാസ്മിതക്ക് പാൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ എത്ര വരും? കമ്മീഷൻ 2001 ടു സാസ്മിത് എത്ര കിട്ടുക? ഇതിന്റെ TDS എത്രയാ? 20% എത്രയാണ്? 4,000.2. 4,000.2. ഏത് ഇതിന്റെ TDS? അപ്പൊ ഇയാൾക്ക് എത്ര കിട്ടുള്ളൂ? 16,000 അല്ലേ? ഓൾമോസ്റ്റ്. 1,000.8. ആലോചിച്ച് നോക്കി, അവനക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ 20% കട്ട് ചെയ്യണം. ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റൂല, ഇത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇവനടുത്ത് ഈ സാധനം ഇല്ലല്ലോ. മനസ്സിലായോ?
അപ്പൊ ഗവൺമെന്റിന്റെ ഒരു പിടുത്തം നോക്കി ഇങ്ങളെ. അപ്പൊ നിർബന്ധമായിട്ടും എന്ത് ചെയ്യും, അവന്റെ കണക്കിലേക്ക് വരും. ഇനി ഇയാളുടെ കാര്യം എത്രയാന്ന് നോക്കി ആലോചിച്ച് നോക്കി. 20,000 വരും, 5,000 വരും കമ്മീഷൻ ഇല്ലേ. ഇതിന്റെ 20% 5,000 രൂപ വരും. 25,000 രൂപ കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് 20,000 രൂപ എന്തുള്ളൂ അക്കൗണ്ടിലേക്ക് കിട്ടുന്നു. ബാക്കി 5,000 കിട്ടും നമുക്കൊരു പ്രതീക്ഷ. ഇനി ഈ ഒരു കേസിൽ ആ ഒരു പ്രതീക്ഷയില്ല. ക്ലിയർ ആയില്ലേ? ഇതാണ് ഈ പറയുന്ന വകുപ്പ് അനുസരിച്ച് 206(7) അനുസരിച്ചിട്ട് വകുപ്പ് അനുസരിച്ചിട്ട് ഒരാൾക്ക് കട്ട് ചെയ്യാൻ അയാൾക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ 2% നിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടേക്കായിരിക്കും? 20%. ക്ലിയർ ആയില്ലേ? ഞാൻ ആ കേസിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞാണ്. ഇനി ഇതേപോലെ വേറെ കേസിന് പറയാം. അത് വേറെ തന്നെ പഠിക്കാനുള്ളതാണ്. ഇത് യൂണിസ് എന്ന് പറഞ്ഞൊരു കമ്പനി. ഈ ഒരു കമ്പനി ഇതേപോലെ 3 ആളുകളുള്ളത്. എച്ച് ഉണ്ട്, എസ് ഉണ്ട്, പിന്നെ ഓ ഉണ്ട്. ഓവർക്ക് ആരിസുമൊക്കെയുള്ള. നേരത്തെ ഇതേ പറഞ്ഞ കേസിൽ എച്ചിന്റെ കേസിൽ നമുക്കൊരു നേരത്തെ പറഞ്ഞ അതേ എമൗണ്ടിന് ഇടാം. നമുക്ക് ഒരു ഈസി ആയി കിട്ടുമല്ലോ. 20,000. ഇവിടെ എത്ര പറഞ്ഞേ? നേരത്തെ 20,001, 20,001, 20,001, 25,000. ഇങ്ങനെ 3 കേസാണ്. പക്ഷെ ഇവരുടെ കേസിൽ ഇവർക്ക് ഹാവ് പാൻ കാർഡ് ഉണ്ട്, ബട്ട് ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് ഓർ ഇനോപ്പറേറ്റീവ്. ഈ ഇനോപ്പറേറ്റീവ് എന്ന് പറയുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്തതും ഇനോപ്പറേറ്റീവ് ആണ്. ക്ലിയർ ആയില്ലേ? നമുക്ക് എങ്ങനെ ഒരു സാധനം അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പാൻ കാർഡ് ഓപ്പറേറ്റീവ് ആണോ ഇനോപ്പറേറ്റീവ് ആണോ എങ്ങനെയൊന്ന് മനസ്സിലാക്കാൻ അറിയാൻ പറ്റുമോ? സൈറ്റിൽ നോക്കിയത് ഞാൻ കാണിച്ചുതരാം. ഞാൻ അറിയാത്ത ആളുകൾക്ക് ജസ്റ്റ് കാണിച്ചുതരാം. അറിയാത്ത ആളുകൾക്ക് വേണ്ടി കാണിച്ചുതരാം. ഇൻകം ടാക്സിന്റെ സൈറ്റിൽ പോവാം. കൂടുതലെല്ലാം പറയാലോ, നിങ്ങൾക്ക് ആ ഒരു നോളജ് കൂടി കിട്ടുമല്ലോ. എല്ലാവരും നോക്കണം. ഇപ്പൊ പുറത്തുള്ള ആളുകളൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ പാൻ കാർഡ് ഓപ്പറേറ്റീവ് ആണോ ഇനോപ്പറേറ്റീവ് ആണോ നോക്കാം. ഇൻകം ടാക്സ് എല്ലാവരും ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സാധനം വെച്ച് കാണിച്ചു തരാം. ഈ ഇടത് ഭാഗത്ത് ഈ വെരിഫൈ 1 2 ഈ വെരിഫൈ പാൻ സ്റ്റാറ്റസ് ഇത് കണ്ടല്ലേ? വെരിഫൈ പാൻ സ്റ്റാറ്റസ്. ഈ വെരിഫൈ പാൻ സ്റ്റാറ്റസ് എടുക്കാം. ലോഡിങ്. ഈ വെരിഫൈ സ്റ്റാറ്റസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. ഈ 3 കോളങ്ങൾ എൻ്റെ ഡീറ്റെയിൽ, വെരിഫിക്കേഷൻ, പാൻ സ്റ്റാറ്റസ്. ഞാനിവിടെ എൻ്റെ പാൻ കാർഡ് തന്നെ കൊടുക്കാണ്. ഓക്കെ, ഫുൾ നെയിം. ഈ ഫുൾ നെയിമിൽ എന്തെങ്കിലുമൊക്കെ തെറ്റി കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് മറുപടി തരും കേട്ടോ. ഓക്കെ, പാൻ കാർഡിലെ ഡേറ്റ് എങ്ങനെ വന്നു നോക്കട്ടെ. ഒരു ഡൗട്ട് ഉണ്ട്. ഇയറൊക്കെ തെറ്റി കിടക്കണം ഇതിനകത്ത്. വേറെ ആരെങ്കിലും കൊടുക്ക്. ആരുടെങ്കിലും പാൻ കാർഡ് ഉണ്ടോ? പെട്ടെന്ന് പറയാം. ഉള്ള കയ്യിലുള്ള അതായത് ആർക്കെങ്കിലും ചെക്ക് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഈ ഒരു പരിപാടി ചെക്കിങ് കൊണ്ട് നടക്കുമല്ലോ. AUBPB. AUBPB. അല്ല BB. AUBPB. ഓക്കെ, 9468. 9468. റെഡി അല്ലേ? N. സ്പെല്ലിങ് ഇങ്ങനല്ലേ? AOB. ബി ആണോ? BB. ഓക്കെ, ഇനിഷ്യല് VB. ഇതാണോ? സ്പേസ് ഉണ്ട്. ഓക്കെ. ഡേറ്റ് എങ്ങനെ ഇതിൽ കാണിച്ചേക്കുന്നത്? 2090 0104. അല്ല, ഇയർ എത്രയാ? 1983. 83 ഇതല്ലേ? മാസം? April ഏപ്രിൽ 1st. April 1st. ഓക്കെ, മൊബൈൽ നമ്പർ തൽക്കാലം എൻ്റെ തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. OTP വരാൻ വേണ്ടിയിട്ടാ. അത് നിങ്ങൾക്ക് ഏത് നമ്പർ കൊടുക്കട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എൻ്റെ നമ്പറിലേക്ക് OTP, ഞാൻ OTP അവരെ വിളിച്ച് സമയം കളയേണ്ടതൊക്കെ എൻ്റെ OTP എടുത്താൽ നമുക്ക് ഇൻകം ടാക്സിന്റെ കാര്യങ്ങളൊക്കെ ഒരാളെ സാധനം ഇപ്പോൾ ഒരു ആസ് എൻ അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ നമ്മളെ മുമ്പിലുള്ള ഒരാളെ സാധനം കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് അപ്പോഴേ നമ്മളൊരു നല്ലൊരു അക്കൗണ്ട് ആണോ.
പാൻ ഈസ് ആക്റ്റീവ്, അതായത് ഇനോപ്പറേറ്റീവ് അല്ല. അതായത് ഡീറ്റെയിൽസ് ആർ നോട്ട് ആസ് പെർ പാൻ, അതായത് നമ്മൾ കൊടുത്ത അനു പി വി എന്നില്ലേ, അതിൽ Yes. അതിന് ഗ്യാപ്പോ അല്ലെങ്കിൽ അതിന് ഫുൾ പേരോ എന്തെങ്കിലും ആയിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. അത് കറക്റ്റ് അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പാൻ എന്താണ്? An active. ആക്റ്റീവ് ആണ്. ക്ലിയർ ആയില്ലേ? ഇനി ചില Yes. കേസുകൾ എടുത്തു കഴിഞ്ഞാൽ ഇനാക്റ്റീവ് എന്ന് കാണിക്കും. ഇനാക്റ്റീവ് കാണിക്കും 90% സാധനങ്ങളും ആധാർ ലിങ്ക് ചെയ്യാത്ത സാധനങ്ങളായിരിക്കും. ആധാർ ലിങ്ക് ചെയ്യുന്ന സമയം ഗവൺമെന്റ് ഒരുപാട് പ്രാവശ്യം തന്നാണ്. ഇനിയും നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. പക്ഷെ 1000 rupees എന്ത് ചെയ്യണം? പൈസ ഫൈനായിട്ട് അടക്കണം. പക്ഷെ ഇനി ഇതൊന്നും ആയിരിക്കുമല്ലോ അതിന്റെ ഫൈൻ. അതെങ്ങനെ ചെയ്യാന്ന് കൂടി ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ അക്ഷയ പോയി കുറെ നിന്ന് സമയം കളയുന്ന മടിച്ചിട്ടാണ് ഈ സാധനം ചെയ്യാത്തെങ്കിൽ കാണിച്ചത്. ഇതിനൊക്കെ ഞാൻ പൈസ വാങ്ങുന്നതാണ്. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ അങ്ങ് പറഞ്ഞു തരാന്നുള്ളൂ. സൈറ്റിനകത്ത് കയറാം. ഇൻകം ടാക്സിന്റെ സൈറ്റിനകത്ത് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ ലിങ്ക് ആധാർ കണ്ടോ? വലിയ MBBS എടുക്കേണ്ട പണിയൊന്നുമില്ല. സിമ്പിൾ സാധനങ്ങളാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിനൊക്കെ നമ്മൾ പൈസ വാങ്ങും. പക്ഷെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. ഇതിനകത്ത് കയറാം. ഇവിടെ തന്നെ കൃത്യമായിട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നുണ്ടോ? ആസ് പെർ CBD സർക്കുലർ നമ്പർ ഇന്ന സംഭവം വെച്ചിട്ട് ഇൻകം ടാക്സ് ഇന്ന സാധനം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന ദിവസത്തിനുള്ളിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇനി 1000 രൂപ എന്ത് ചെയ്യണം? നിങ്ങൾ അടച്ചിട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഈ ആക്ട്, ഈ റൂള് പറഞ്ഞേക്കുന്നത് 114(7) എന്നുള്ളതാണ്. ഇത് വേണമെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ടാക്സ് ലോസിൽ കയറിയിട്ട് തപ്പാം. ഇവിടെ നേരത്തെ ആക്ട് ആണ് തപ്പിയത്. നമുക്ക് വേണമെങ്കിൽ റൂൾസ് കയറി തപ്പാം. റൂൾസ് കയറി ആ റൂൾ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. ആ കാര്യങ്ങളുണ്ടോ? മാനേജർ മേക്കിംഗ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഇനോപ്പറേറ്റീവ്. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കറക്റ്റ് സാധനം ഇവിടുന്ന് കിട്ടും. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇനോപ്പറേറ്റീവ് ആയ. കണ്ടോ? ഈ ഒരു സെക്ഷൻ പ്രകാരം എന്താണ് ഇന്ന ദിവസം മുതലാണ് പറഞ്ഞേക്കുന്നത്. ഇൻട്രസ്റ്റും ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നല്ല എല്ലാ ആക്ടുകളും ഈ ഒരു സംഭവത്തിൽ പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ TDS കട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അയാൾക്ക് പാൻ കാർഡ് ഉണ്ട്. പക്ഷെ ഇനോപ്പറേറ്റീവ് ആണെങ്കിൽ, ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെന്നെയാണ് കേസ്? 20% തന്നെ പിടിക്കണം. ഏതുപോലെ? പാൻ ഇല്ലാത്ത അതേ കേസ് പോലെ. സെറ്റായോ? ഓക്കെ ആണോ? എല്ലാ കേസും ഇതിനാണ് പറഞ്ഞു പോണത്. ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് ABC 3 ആൾക്കാരെ വെച്ചുള്ളൂ. ABC എന്ന് പറഞ്ഞ 3 ആളുകളും 20,000 താഴെയാണ്. അപ്പം അവിടെ അപ്ലിക്കബിൾ അല്ല. രണ്ടാമത്തെ കേസിൽ ഒരാൾ 20,000 മുകളിൽ പോയി, ബാക്കി ആളുകളൊക്കെ 20,000 താഴെ. അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് എന്ത് വരും? ഡിഡക്ഷൻസ് വരും. ബാക്കിയുള്ള ആളുകൾക്കൊന്നും എന്ത് ചെയ്യില്ല, ഇത് ബാധിക്കില്ല. മൂന്നാമത്തെ കേസിൽ എല്ലാ ആളുകൾക്കും ഇതിന്റെ മുകളിൽ പോയി, എല്ലാവരുടെ പേരിലും എന്ത് ചെയ്യും? ഈ സാധനം കട്ട് ചെയ്യും. നാലാമത്തെ കേസ് പറഞ്ഞത് ഒരാൾക്ക് 3 ആൾക്കാരും ഈ പറയുന്ന ലിമിറ്റിന് പുറത്തു പോയി. ഒരാൾക്കേ പാൻ കാർഡ് ഉള്ളൂ, ബാക്കി ആളുകൾക്ക് പാൻ കാർഡ് ഇല്ല. 2 കേസ് ചെയ്യാം. പെട്ടെന്ന് നമ്മളെ പോലെ നമ്മളെ സെഷനിൽ ഇരുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആളുകൾക്ക് ഒരു ആധാർ, ഒരു പാൻ കാർഡ് എടുത്തിട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും 10 മിനിറ്റ് കൊണ്ട്. ഇനി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാം? ചില ആളുകൾ ഒന്ന് ഭയങ്കര മസിൽ പിടിച്ച് ജാട് പിടിച്ച് സീനിയർ അക്കൗണ്ടിന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല. എമൗണ്ട് ഇത്ര, അത് കുറഞ്ഞ് പാൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എന്ന് മാത്രമേ പറയത്തുള്ളൂ. നമ്മളും ഇങ്ങനെ കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് വേണം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫ്ലാറ്റ് ആയിട്ട് 20% എന്ത് ചെയ്യും? അവർ ഡിഡക്റ്റ് ചെയ്യും. അഞ്ചാമത്തെ കേസ് എല്ലാവരും ലിമിറ്റിന്റെ പുറത്താണ്, എല്ലാവർക്കും പാൻ കാർഡ് ഉണ്ട്, പക്ഷെ 2 ആളുടെ സാധനം ഇനോപ്പറേറ്റീവ് ആണ്. ഇനോപ്പറേറ്റീവ് ആയി കഴിഞ്ഞാലും ഇന്ന സെക്ഷൻ പ്രകാരം ചെയ്യാനുള്ള വകുപ്പ് എന്താ? ആധാറായിട്ട് ലിങ്ക് ചെയ്യാം, 1000 രൂപ ഗവൺമെന്റിലേക്ക് അടക്കാം. ആധാറായിട്ട് ലിങ്ക് ചെയ്യാം. 1000 രൂപ അടക്കുന്ന ലാഭം. കാരണം 20% പുറത്ത് പോകണേ. അത് ഒരിക്കലായിരിക്കില്ല, എല്ലാ സമയവും പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആധാറായിട്ട് പെട്ടെന്ന് ലിങ്ക് ചെയ്യുക. ഇനിയിപ്പോ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ ഇതുവരെ നിങ്ങളുടെ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ 1000 രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്തോളി? ലിങ്ക് ചെയ്തോളി. നല്ലതായിരിക്കും. ലിങ്ക് ചെയ്യാൻ ഒരു പണിയില്ല. നിങ്ങൾ അക്ഷയയിൽ എവിടെയും പോകണ്ട, ഇവിടെ കയറുക, ലിങ്ക് ചെയ്യുക, പരിപാടി നടത്താം. അപ്പൊ ഇനോപ്പറേറ്റീവ് ആയ കേസിലായാലും എത്ര അടക്കണം? 20% എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. സാർ ആക്റ്റീവ് ആക്കിയ അപ്പോഴും പിന്നെ 20% അടയ്ക്കുന്നതോടൊപ്പം മറ്റേ 1000 അടയ്ക്കേണ്ടി വരുമോ? അല്ല, അത് 1000 രൂപ അവര് അടച്ചിട്ടില്ലെങ്കിൽ ആ പൈസ അവർക്ക് ലാപ്സ് ആയി പോവല്ലേ ചെയ്യാം. അതാ ചോദിച്ചാ, ഇന്നാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ 20% അടയ്ക്കുകയും വേണം, ഇത് കൂടാതെ 1000 അടയ്ക്കണോന്ന് ചോദിച്ചാ. ഇനാക്റ്റീവ് ആണെങ്കിൽ 20% അടക്കണ്ട. 20% നിങ്ങളെ പൈസ തന്നെ വലിച്ചിട്ട് നിങ്ങൾക്ക് പൈസ തരുള്ളൂ അക്കൗണ്ടിന്.
1000 രൂപ അടക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട നിങ്ങളാണ്. നിങ്ങൾക്ക് 1000 രൂപ അടച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ നേരെ 12% തിരിച്ചു വരും. ബാക്കി 2% ആക്കി കട്ട് ചെയ്യുക, 2% ഡിഡക്ട് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ. അത്രേ ഉള്ളൂ. നമ്മൾ അടക്കണ്ട. ഈ പറയുന്ന എമൗണ്ട് ഒന്നും നമ്മൾ അടക്കണ്ടല്ല. നമ്മളിപ്പോ പറഞ്ഞതിലാകെ 1000 രൂപ നമ്മൾ അടക്കേണ്ട കേസേ പറഞ്ഞിട്ടുള്ളൂ. അതിന് കാരണം എന്തേനു? നമ്മൾ അക്കൗണ്ട് ഇനോപ്പറേറ്റീവ് ആയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു കേസ് അവിടെ വന്നത്. ക്ലിയർ ആയില്ലേ? ഡൗട്ട് ചോദിച്ചോട്ടെ. ഉം. അതായത് ഈ പാൻ കാർഡ് ഉള്ള സിറ്റുവേഷനിൽ എല്ലാ ഇതിലും 2% തന്നെ റിഡക്ഷൻ നടത്തുന്നത്. പാൻ കാർഡിന്റെ കേസിൽ പാൻ കാർഡ് ഇപ്പോ പ്രോപ്പറായിട്ട് പാൻ കാർഡ് ആക്റ്റീവ് ആണ്, പാൻ കാർഡ് ഉണ്ട്. ആ അപ്പോ എല്ലാ സിറ്റുവേഷനിലും ഈ 2% തന്നെയാണോ റിഡക്ഷൻ നടത്തുന്നത്? കമ്മീഷന്റെയും ബ്രോക്കറേജിന്റെ സിറ്റുവേഷനിൽ മാത്രം. റെന്റിന് വേറെയാണ്. ഓരോന്നിനും ഓരോന്ന്. ഇപ്പൊ നമ്മൾ മൊത്തം പഠിക്കുന്ന കമ്മീഷൻ ബ്രോക്കറേജ് എന്നുള്ള സാധനം, അതിന്റെ എല്ലാ സാധനം പൊളിച്ചു പഠിക്കാം. ഇതേപോലെ റെന്റ് നമ്മൾ പഠിക്കും. അവിടെ എങ്ങനെയാണ്? അവിടെ വേറെയാണ്. സാറേ ഇൻട്രസ്റ്റിന് വേറെയാണ്, ഇപ്പൊ നമ്മള് സാലറിക്ക് വേറെയാണ്, ലോട്ടറിക്ക് വേറെയാണ്. എല്ലാം വേറെ വേറെയാണ്. അമ്മ ഓരോ സാധനം ഫുള്ള് പൊടിച്ചു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഡൗട്ട് ഉണ്ടാവരുത് വെച്ചിട്ടാണ്. TDS ആരും ഇങ്ങനെ പഠിപ്പിക്കില്ല, പറഞ്ഞു പോകത്തുള്ളൂ. എല്ലാ കേസും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ഡൗട്ട് വരരുത് എന്ന് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഹലോ ആ പറയും. സാറേ, നമ്മളിപ്പോ കമ്മീഷന്റെ കേസ് പറഞ്ഞില്ല. കമ്മീഷൻ ഇപ്പോ 25,000 ടു ആളുടെ പേര്, പിന്നെ 2 TDS പേബിൾ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തല്ലോ. അപ്പൊ നമ്മൾ കമ്മീഷന്റെ ടൈമിൽ ബുക്ക് ചെയ്യാനുള്ള ഈ കമ്മീഷൻ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോ അപ്പൊ അതിന്റെ ജേണൽ എൻട്രിയും കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ? ക്യാഷ് ആയി കൊടുക്കുമ്പോ എന്താ സംഭവിക്കാം? അത് ചോദിച്ചോ. ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോ പറഞ്ഞുതരാം. ഇപ്പൊ ഉദാഹരണം അനൂപ് ഖാന്റെ കേസ് ഞാൻ വിളിച്ചോളേ. അനൂപ് ഖാന്റെ കേസ് ഇങ്ങനെ ഡൗട്ടുകൾ ഇങ്ങനെ ചോദിക്കണം കേട്ടോ, അപ്പോഴേ നമുക്ക് ഇങ്ങനെ സെറ്റ് ആവുള്ളൂ. അപ്പൊ അനൂപ് ഖാക്ക് 25,000 രൂപയാണ് അനൂപ് ഖാന്റെ കമ്മീഷൻ എന്ന് വിചാരിച്ചോളി. 25,000 രൂപയാണ് അനൂപ് ഖാന്റെ കമ്മീഷൻ. അപ്പൊ അനൂപ് ഖാക്ക് കമ്മീഷൻ കൊടുക്കുമ്പോ, അനൂപ് ഖാക്ക് പാൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും സെറ്റ് ആണ്. അങ്ങനെ ഒരാൾക്ക് കമ്മീഷൻ കൊടുക്കുമ്പോൾ അതിന്റെ ജേണൽ എൻട്രി കമ്മീഷൻ എന്നുള്ള എക്സ്പെൻസ് നമുക്ക് ഡ്യൂ ആയി. അപ്പം കമ്മീഷൻ 25,000. ഓക്കെ. ഇനിയുള്ളത് 2 അനൂപ് 20,000 അല്ലേ? അല്ല, എത്ര വരാം? 25,000ന്റെ 2% എത്രയാ? 25,000ത്തിന് 2% എത്രയാ? 500. 500. അപ്പം 24,500. 24,500 2 പിന്നെ അതേപോലെ ഒരു 2 കൂടി അടിക്കാം. TDS പേബിൾ ഇങ്ങനെയാണ് ഇടണ്ടേ. പേബിൾ ആയിട്ട് ലാബിലിറ്റി ആക്കിയിട്ട് ഇടണം 500. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇത് നമ്മൾ ഡ്യൂ എൻട്രി ആക്കിയിട്ട് എന്ത് ചെയ്തു? നമ്മൾ ജേണലിൽ, അക്കൗണ്ട്സിൽ ജേണലിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാം? കമ്മീഷൻ എന്നുള്ള ഒരു എക്സ്പെൻസ് നടന്നു. കമ്മീഷൻ എന്നുള്ള ഒരു എക്സ്പെൻസ് നടന്നു. 25,000 രൂപ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? അനൂപ് ഖാക്ക് കൊടുക്കണം. അനൂപ് ഖാന്റെ അക്കൗണ്ട്, ഇതിപ്പോ ഞാൻ അനൂപ് ഖാന്റെ അക്കൗണ്ട്, നിങ്ങൾക്ക് പഴയ അക്കൗണ്ട്സ് ഒക്കെ കണ്ടുള്ള കണക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇതൊരു അനൂപ് ഖാന്റെ ലെഡ്ജർ ആണെന്ന് വിചാരിച്ചോളൂ. ഇത് അനൂപ് ഖാന്റെ ലെഡ്ജർ ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. ഇവിടെ ഒരു എമൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു എമൗണ്ട് ഉണ്ട്. അനൂപ് ഖാന്റെ ലെഡ്ജറിൽ ഇത് എങ്ങനെയാണ് എഴുതാ? ഇത് അനൂപ് ഖാന്റെ ലെഡ്ജറാണ്. ബൈ കമ്മീഷൻ എവിടെ എഴുതും? ഇവിടെ എഴുതോ ഇവിടെ എഴുതോ? ക്രെഡിറ്റ് സൈഡ്, ലെഫ്റ്റ് റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ എന്ത് എഴുതും? കമ്മീഷൻ ബൈ കമ്മീഷൻ ബൈ 24,500. കമ്മീഷൻ എത്ര എഴുതും? 24,500. 24,500 എഴുതും. അതിനർത്ഥം എന്താ? 24,500 അനൂപ് ഖാക്ക് കൊടുക്കാനുണ്ടെന്നുള്ളതാണ്. ഇനി നേരെ ഒരു പേയ്മെന്റ് എൻട്രി അടിക്കും. എങ്ങനെ അടിക്കാം? അനൂപ് ടു ക്യാഷ്. ക്യാഷ് ആണ്, ക്യാഷ് ഓർ ബാങ്ക്. അനൂപ് ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പൊ 24,500 കിട്ടും അല്ലെ? ആ 24 ഇവിടെ വരും, 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, ക്യാഷ് ആണിട്ട് 24,500. അപ്പൊ അക്കൗണ്ട് ബറാബർ റെഡി അല്ലേ? 0 അല്ല, 24,500 ഒന്നല്ലേ? ഓപ്പണിംഗ് ബാലൻസ് ഈ രീതിയിലാണ് എനിക്ക് വരിക. അത് പിന്നെ അയാൾക്ക് കമ്പനി എന്ന് കൊടുക്കോ എപ്പം കൊടുക്കോ എന്നുള്ളത് നമ്മളെ വിഷയമല്ല. TDS എപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും അടുത്ത മാസം 7-ാം തീയതിക്കുള്ളിൽ കൊടുക്കാം. കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ഈ 500 റുപ്യ എന്ത് ചെയ്തോളാം? ഗവൺമെന്റ് 7-ാം തീയതിക്കുള്ളിൽ അടച്ചോളണം. അപ്പൊ അനൂപ് ഖാക്ക് ഞാൻ ഈ മാസം പൈസ കൊടുത്തില്ല, അടുത്ത 2 മാസം 3 മാസം ഒന്നും പൈസ കൊടുത്തിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചോളി. ഒരു ഉറുപ്പ്യം കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്.
പക്ഷെ TDS 500 റുപ്യ വെച്ചിട്ട് എല്ലാ മാസം എന്ത് ചെയ്തോളണം? എല്ലാ മാസം ഡിഡക്ട് ചെയ്യണം. വിത്തിൻ അടുത്ത മാസം 7-ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്തോളണം? ഈ സംഭവം കൊടുത്തോളണം. അത് കൊടുത്തില്ലെങ്കിൽ നല്ല പിടുത്തം നമുക്ക് വരും. കിട്ടില്ലേ? യെസ്. സെറ്റ് അല്ലേ? അത് പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അവർക്ക് ലെഡ്ജറും ചാനലൊക്കെ പറഞ്ഞു ഓക്കെ. തിരിഞ്ഞു പോകാനുണ്ടാവും. ബാക്കിയുള്ള ആളുകൾ തലാട്ടിയാണ് പോയാൽ മതി. ബാക്കിയുള്ള TDS ആണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. പുതിയ ആളുകൾ, പഴയ ആളുകൾക്ക് പറയാൻ തിരിയും. കത്തിയല്ലേ? സാർ കത്തിയോ? ഈ 7th ഡേയില് നമ്മള് ഡിഡക്ട് ചെയ്തിട്ട് പേ ചെയ്യണോ? ആ പേ ചെയ്യണം. പേ അപ്പൊ ക്വാർട്ടർലി അല്ലേ ഇത് നമ്മൾ ഫയൽ ചെയ്യുന്നത്? ഫയലിംഗ് വേറെ, പേയ്മെന്റ് വേറെ. അതെ, അപ്പൊ എങ്ങനെ പേയ്മെന്റ് ചെയ്യല്? ഗവൺമെന്റിന്റെ അക്കൗണ്ടിൽ പേയ്മെന്റ് ചെയ്യുന്നത് ഞാൻ വേണമെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു കേസ് വരുന്ന അതേപോലെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ എന്റെ ഫയലിൽ വരുന്ന കേസുകൾ കാണിച്ചു തരുന്നുണ്ട്. ഫയൽ പേയ്മെന്റ് എങ്ങനെയാണ്. ഓക്കെ. ഓക്കെ സാർ. നമുക്ക് വേറെ ഏതെങ്കിലും കേസും കൂടി പഠിക്കാം. വേറെ ഏത് കേസാണെന്ന് നോക്കാൻ വെച്ചാല് ഇനി ഇൻഡിവിജ്വലിന്റെ കേസാന്ന് എടുക്കാം. അതുകൊണ്ട് പറഞ്ഞു പോകും. ഇനി കമ്മീഷനെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുകയോ ചെയ്യരുത് കേട്ടോ. മൊത്തത്തിൽ ഇനി ഇത് പറയാൻ ബാക്കിയില്ല, എല്ലാം പറഞ്ഞു. യൂനുസ്, ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്. ആണെന്ന് വിചാരിക്കാം. ഹാരിസ്ക ഇവിടെ ഉണ്ട്. സാസ്മിത്ത് ഇവിടെ ഉണ്ട്. ഒമർ ഇവിടെ ഉണ്ട്. ഓക്കെ. ഹാരിസ്കക്ക് ഒരു 25,000 കമ്മീഷൻ കൊടുക്കണം. സാസ്മിതക്ക് ഒരു 18,000 രൂപ കമ്മീഷൻ കൊടുക്കണം. ഇവിടെ ഒരു 30,000 രൂപ കമ്മീഷൻ കൊടുക്കണം. ഞാനൊരു ഇൻഡിവിജ്വൽ ആണ് എന്ന് വിചാരിച്ചോളൂ. ഇൻഡിവിജ്വൽ. ഓക്കെ. ഞാനൊരു ഇൻഡിവിജ്വൽ ആണ് എന്ന് വിചാരിക്കാം. ഞാനൊരു ചെയ്യുന്ന പരിപാടി ബിസിനസ് ആണ് എന്ന് വിചാരിച്ചോളൂ. ഇതെല്ലാം മാറ്റർ ആണ്. എന്റെ ടേൺ ഓവർ 1 crore താഴെയാണ് എന്ന് വിചാരിക്കാം. 1 crore താഴെയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ട്രീറ്റ്മെന്റ്? നോ TDS. എവിടൊക്കെ ആർക്കൊക്കെ TDS? ഹരിയുടെ കേസിൽ പറയും. ഹരിയുടെ കേസിൽ എത്ര രൂപ ഇവരുടെ ജേർണൽ എൻട്രി എങ്ങനെയായിരിക്കും എന്ന് പറ. ബിസിനസ് എന്തുകൊണ്ടില്ല? കാരണം എന്തുകൊണ്ടാ? കാരണം കൂടി പറഞ്ഞു പോയി. ബിലോ 1 crore അല്ലേ ബിസിനസ്? ബിലോ ബിസിനസ് ആണ്. ബിലോ 1 crore ആണ്. പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ 1 crore ആണ്. അതുകൊണ്ട് തന്നെ എന്തില്ല? TDS കട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോഴത്തെ എന്തരും? ഹരി കമ്മീഷൻ അക്കൗണ്ടന്റ് ടു ഹരി, അക്കൗണ്ടന്റ് ടു ഹരി, കമ്മീഷൻ അക്കൗണ്ടന്റ് ടു സാംസൺ, കമ്മീഷൻ അക്കൗണ്ടന്റ് ടു ഒമർ. ഇനി ഇതേ കേസ് ഒരു കേസ് കൊണ്ട് മാറ്റി പിടിച്ചോളി. 1.5 കോടിയാണെന്ന് ചോദിച്ചോ. 1.5 എന്ത് സംഭവിക്കും? എല്ലായിടത്തും TDS പിടിക്കും. ഈ മറ്റേ കേസുകളൊക്കെ വാദമാണ്. പാൻ ഇല്ലാത്ത കേസുകളും ഇനോപ്പറേറ്റീവായ കേസുകളും ഒക്കെ പേഴ്സണലിന്റെ കേസുകളും ഈ രീതിയിൽ എന്താണ് അപ്ലിക്കബിൾ ആണ്. ഇനി ഞാൻ ചെയ്യണത് ബിസിനസ് അല്ല എന്ന് വിചാരിക്കും. ഞാൻ പ്രൊഫഷൻ ആണ്. പ്രൊഫഷൻ ആകുമ്പോ എത്രയാ? 50 lakh. 50 lakh. ഈ 50 lakh നോക്കാം. അതെങ്ങനെയാണ് വരുന്നത്? 50 lakhന്റെ മുകളിലാണെങ്കിൽ എങ്ങനെ, താഴെയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മള് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 20,000 രൂപയുടെ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും ഇൻഡിവിജ്വലിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവൻ എത്ര കമ്മീഷൻ കൊടുത്തു എന്നുള്ളത് നമ്മളെ വിഷയമേ അല്ല. അയാളുടെ പ്രീവിയസ് ഫിനാൻഷ്യൽ പ്രീവിയസ് ഫിനാൻഷ്യൽ അയാൾ കൊണ്ടുവന്ന ടേൺ ഓവറിന്റെ ബേസിലാണ് ഇൻഡിവിജ്വലിനെ നമ്മൾ അളക്കുക. ക്ലിയർ ആയില്ലേ? അപ്പം ഇന്ന് പഠിച്ചതിന്റെ മൊത്തം ടോട്ടൽ പറയാം. 194H, അതായത് കമ്മീഷന്റെയും ബ്രോക്കറേജിന്റെയും, കമ്മീഷൻ ബ്രോക്കർ രണ്ട് സെയിം, ഇതിന്റെ TDS ആണ് പറഞ്ഞത്. ഇതിൽ TDS 2 രീതിയിലുള്ള ആളുകളാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇൻഡിവിജ്വൽ ഓർ ബിസിനസ്. ഇൻഡിവിജ്വൽ ഉണ്ടാകാം, ബിസിനസ് ഉണ്ട്. HUF ഇതൊക്കെ അതിൽ പെട്ടിട്ടോ. ഇൻഡിവിജ്വൽ HUF കിട്ടും.
അവിടെ തന്നെ ക്ലോസ് പറയണ്ട. അതർ ദാൻ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അതർ ദാൻ ഇൻഡിവിജ്വലിന് ഒരു ക്ലോസ് ഉണ്ടായതുകൊണ്ടാണ് അതർ ദാൻ എന്ന് പറഞ്ഞത്. അതർ ദാൻ ഇൻഡിവിജ്വൽ ഓർ HUF എന്ന് പറഞ്ഞ ഒരു ക്ലോസ് ഉണ്ടായതുകൊണ്ടാണ്. നോർമലി എല്ലാ ബിസിനസ്സുകാരും 20,000 രൂപയുടെ മുകളിൽ ഒരു വ്യക്തിക്ക് ഒരു വർഷം കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ബിസിനസ്സുകാരും എന്ത് ചെയ്തോളണം? TDS കട്ട് ചെയ്തോളണം. 2024 വരെ 2024 ആ പീരീഡ് വരെ 5% ആയിരുന്നു. ഇപ്പൊ അത് 2% ആക്കി കുറച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കേസ്, ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അയാൾ ബിസിനസ് ആണോ നോക്കുക, പ്രൊഫഷൻ ആണോ നോക്കുക. പ്രൊഫഷൻ ആണെങ്കിൽ 50 lakh, ബിസിനസ് ആണെങ്കിൽ 1 crore. ഇതാണ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ രീതിയിൽ പിടിക്കാം. പിടിച്ചിട്ട് എന്ത് ചെയ്യാം? ഇനി വേണമെങ്കിൽ ഞാൻ എൻ്റെ ഏതെങ്കിലും കേസ് ഞാൻ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, പേ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടോ വീഡിയോ റെക്കോർഡിംഗ് എടുത്തിട്ട് വേണമെങ്കിൽ ഈ കോഴ്സിന് കൂടെ ഞാൻ ആഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെ പേ ചെയ്യേണ്ടത്. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് രണ്ടും കൂടി ഇത് എങ്ങനെയാണ് ചെയ്യണതെന്നും എങ്ങനെയാണ് ചെയ്യുന്നത് കിട്ടിയാൽ സെറ്റ് ആവും. ക്ലിയർ ആയില്ലേ? ഇനി ഈ കമ്മീഷന്റെ കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആക്ട് എങ്ങനെ നോക്കാൻ പഠിച്ചു നിങ്ങൾ? റൂൾ എങ്ങനെ നോക്കാൻ പഠിച്ചു നിങ്ങൾ? പാൻ കാർഡിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പഠിച്ചു. ആധാർ ലിങ്ക് ചെയ്യാൻ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ പൈസ തരണോ അഡീഷണൽ റഫീഖ് ഭായി? അല്ലേ? പഠിച്ചു. അതിന് 199 രൂപ മേടിച്ചിട്ടുണ്ട്. അല്ല പറയേ, ഇതൊക്കെ നിങ്ങൾ അക്ഷയ കൊണ്ടെടുത്ത് എത്ര രൂപ വേണോ? അത് കൊടുക്കേണ്ടി വരും. ആ അതിനാണ് കുറെ നമ്മൾ ഇൻഫർമേഷൻ ഇവിടെ കിട്ടിയില്ലേ? കണ്ടത്. കുറെ ഇൻഫർമേഷൻ കിട്ടിയില്ലേ? ഇങ്ങനെ പഠിക്കല്, എല്ലാ കാര്യം പഠിക്കണം. അക്കാഡമിക്കലി ശരിക്കും ഇങ്ങനെ പഠിക്കണം. ഇതാണ് പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് എന്നത്. ഇതൊക്കെ നമ്മൾ കുടുങ്ങുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ 1000 രൂപന്റെ ഇതൊക്കെ എന്നോ ലിങ്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഒരുപാട് കാലമായി നമ്മൾ ആരും കേട്ടില്ല ലിങ്ക് ചെയ്യണം. അപ്പൊ അതിന് 1000 രൂപ വരും. നമ്മൾ അങ്ങനെയൊന്നും വരൂല എന്ന് കുറെ ആൾക്കാർ നടന്നു. അപ്പൊ എന്തായാലും ആക്റ്റീവ് റൂളിലൊക്കെ വന്നിക്കണ് 1000 രൂപ അടക്കണം. ലിങ്ക് ചെയ്യല്ലാതെ തൗസർ വള്ളി അല്ലാത്ത സകല സാധനം ആധാരമായിട്ട് ലിങ്ക് ചെയ്തേക്കണെന്ന്. അതുകൊണ്ട് ലിങ്ക് ചെയ്യാതെ ഒന്നും രക്ഷപ്പെടൂല. ലിങ്ക് ചെയ്തിട്ടാളില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കുടുക്കിലേക്ക് നിങ്ങൾ പോകും. ഇവിടുന്ന് മാത്രമല്ല കേട്ടാ. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സുകാരനാണെങ്കിൽ ആ ബിസിനസ്സുകാരൻ അവിടുത്തെ അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? അപ്പം തന്നെ ചെക്ക് ചെയ്യും നിങ്ങളുടെ പാന് ഇനാപ്പറേറ്റീവ് ആണോ അതല്ല ഇല്ല എന്നൊക്കെ ചെക്ക് ചെയ്യും. അപ്പൊക്കെ തന്നെ. അത് ചില ആളുകൾ എന്ത് ചെയ്യും? ഭയങ്കര വാശി മസലും പിടിച്ചിട്ട് അവർ നിങ്ങളോടൊന്നും ചോദിക്കൂല, കട്ട് ചെയ്ത് അങ്ങോട്ട് വിടും. കാരണം എല്ലാവരും നിങ്ങളെ പോലെ ഭയങ്കര മനസ്സുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല. അവർക്ക് സമയം ഉണ്ടാവില്ല. കാരണം ഓരോരുത്തരോട് പറഞ്ഞ് അവനും വേണമെങ്കിൽ പാൻ കാർഡ് കൊണ്ടുവരിക. കാരണം ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നിടത്തൊന്നും ഇൻഡിവിജ്വലി വിളിച്ച് നടക്കാൻ നമ്മുടെ സാമൂഹ്യ സേവനമൊന്നും നടന്നോളുന്നില്ല. അവരെന്ത് ചെയ്യും? ഇനോപ്പറേറ്റീവ് ആണെന്ന് ഈ സൈറ്റിനകത്ത് ഇതേപോലെ കയറി ചെക്ക്. ഇനോപ്പറേറ്റീവ് ആണെങ്കിൽ നേരെ 20% കട്ട് ചെയ്യും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് HR-ടുത്ത് പോകുമ്പോൾ സാർ എനിക്ക് ഇത്ര സാലറി കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതിന്റെ പാന് കറക്റ്റ് അല്ല, അതുകൊണ്ട് കട്ട് ചെയ്താണ്, ഡിപ്പാർട്ട്മെന്റ് കട്ട് ചെയ്താണെന്ന് പറയും. സംഭവം ആകെ 2 മിനിറ്റ് കേസുള്ളൂ. ഒരു പാൻ ഉണ്ടാക്കാൻ വലിയ പണിയില്ല. നമ്മൾ ഈ സെഷനിലൂടെ പഠിച്ചല്ലേ. അപ്പൊ എല്ലാരും ആ സാധനം ചെയ്തു കൊടുക്കാം. ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടേ ആ ചെയ്തില്ലെങ്കിൽ ഫൈൻ വരും. ആ അത് പിന്നെ ഫൈൻ എങ്ങനെ വരുന്നത്? ഇപ്പൊ നമ്മൾ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ നമുക്കത് പോകുന്നതല്ലേ, പിന്നെ എക്സ്ട്രാ ഫൈനും കൂടി വരുമോ? ഇതെന്ത് ഈ TDS തന്നെ എന്തിനാ പിടിക്കണമെന്ന് അറിയോ? അതിന്റെ റിലവൻസ് പറഞ്ഞുതരാം. ഒരു ബിൽഡിങ്ങിന്റെ ഓണറുടെ കേസ് വെച്ച് പറഞ്ഞുതരാം. അച്ഛനുണ്ടാകല്ലേ ആരാണ്? അവളെ ഒരു ബിൽഡിങ്ങിന്റെ ഒരു കേസ് വെച്ചിട്ട് പറയാം. ഒരു ബിൽഡിങ്ങിന് ഓണർ വലിയൊരു മുതലാളിയാണ് ശരിക്കും. വലിയൊരു മുതലാളിയാണ്. അയാൾക്ക് അത്യാവശ്യം കുറെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാൾ സെറ്റാണ്. അയാൾ ഫുള്ള് ക്യാഷ്, റെന്റിന്റെ പരിപാടി ഫുള്ള് ക്യാഷ് ആയിട്ടോ ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ട് അയാൾ ഗവൺമെന്റിലൊക്കെ ഫുള്ള് ഇന്ന് 90% ബിൽഡിംഗ് ഓണറുടെ പരിപാടി അത് തന്നെയാണ്. ഫുൾ ക്യാഷ് വാങ്ങി പോവുക. എവിടെ കണക്കും പോയും കാര്യങ്ങളും പഞ്ചായത്തിൽ അവിടെയും ഇവിടെയും കൊള്ളാത്ത രീതിയിൽ ഇലക്കും മുഴുവൻ തട്ടില്ലാത്ത രീതിയിൽ മെല്ലെ പോകുന്ന പരിപാടിയാണ്. ഗവൺമെന്റ് വാണ്ട്സ് ടു നോ ദിസ് പേഴ്സൺ എത്ര ഇൻകം ഉണ്ട് എന്ന് അറിയണം. ഇവർ ഈ പരിപാടി ചെയ്യാത്തതുകൊണ്ട് ഈ പരിപാടി ചെയ്യാൻ നിങ്ങളെയാണ് ഗവൺമെന്റ് ഏൽപ്പിച്ചേക്കുന്നത്. ഡിഡക്റ്റ് നിങ്ങളോട് ചെയ്യാനാണ് പറഞ്ഞത്. അയാൾ തരണ്ട, അയാൾ നമ്മൾ വേറെ രീതിയിൽ പിടിച്ചോളും. നിങ്ങളോട് പറഞ്ഞ എന്താ? ഇയാൾക്ക് റെന്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ 10%, 2%, ഇങ്ങനെ ഓരോ പെർസെന്റേജ് വരും. ഈ ഒരു പെർസെന്റേജ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കെ നമ്മൾ ഈ പൈസ വാങ്ങി വെച്ച് നമ്മള് ഇത് ഗവൺമെന്റ് കൃത്യമായി കൊടുത്തില്ലെങ്കിൽ എന്താ അതിന്റെ അവസ്ഥ എന്താ? ഓനെ അടക്കാത്തോണ്ടാണ് നമ്മൾ ഏൽപ്പിച്ചത്. എന്നിട്ട് ഓനടുത്ത് വാങ്ങി ചെയ്യാം, നമ്മളത് അടക്കാതെ നമ്മളതിന് കാണിക്കാതെ വെക്കുമ്പോ അതിന്റെ ഒരു ഭീകരത എത്ര ഉണ്ട്? ദിസ് ഇസ് ഫൈൻ പെനാൽറ്റി വരുന്ന വഴി. കിട്ടിയോ? നമ്മൾ ഗുരുതര വീഴ്ചയല്ല അപ്പൊ നമ്മൾ ചെയ്യണേ അല്ലേ?
അതിന് ഫൈന് വേണ്ടേ? മാഡം വേണം. ഇനി മാത്രല്ല, ഈ സാധുവിന് ഇതിന്റെ ഇൻപുട്ട് കിട്ടണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ചെയ്യണം. വേണ്ടേ? അപ്പൊ ഗവൺമെന്റിന് കൃത്യമായിട്ട് അറിയും ഇത്. സാറേ ഒരു ഡൗട്ട് എന്ന് വെച്ചാല് ഉം. ഈ ടാക്സിന്റെ ബേസിൽ എല്ലാ രാജ്യത്തും ഇങ്ങനെ വരുന്നുണ്ടോ TDS കാര്യങ്ങളൊക്കെ? ഓരോ രാജ്യത്തും ഇപ്പൊ UAE ഇങ്ങനെയല്ല. UAE ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. UAE വേറെ സൗദിയിലോ? വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ്, വാറ്റ്, CT. സൗദിയിൽ വാറ്റ്, രണ്ട് CT. ഓരോ രാജ്യത്ത് രണ്ടുണ്ട്. ഇന്ത്യയിലെ ലോ ആണ് ഈ പറഞ്ഞ TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. മൂന്നാല് രാജ്യങ്ങളുടെ ടാക്സും കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ മാത്രമാണ് ഈ സാധനങ്ങളൊക്കെ, ഈ TDS എന്ന് പറഞ്ഞ TCS എന്ന് പറഞ്ഞ സാധനങ്ങൾ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ റെഡി അല്ലേ? അതിനകത്ത് ആരാ ചോദിച്ചാലും പോയില്ല. ആതിരാ? TCS ഒന്നാണോ? അല്ല, ഒന്ന് ഡിഡക്റ്റഡ് ആണ്, TCS മറ്റത് ഒന്ന് കലക്റ്റഡ് പറഞ്ഞേ. ആണ്. ഒന്ന് ഡിഡക്റ്റഡ് ആണ്, മറ്റത് കലക്റ്റഡ് ആണ്. അപ്പൊ ഈ പറഞ്ഞ ജേണൽ എൻട്രിയുടെ ഒക്കെ ഓപ്പോസിറ്റ് വരുമോ? ഇപ്പൊ ഈ പറഞ്ഞ സിറ്റുവേഷൻസിന്റെ ഓപ്പോസിറ്റ് വരുമോ? അതൊന്ന് പറഞ്ഞുതരോ? ഓപ്പോസിറ്റ് ആണോ വരിക? എനിക്ക് അറിഞ്ഞൂടാ, അതൊന്ന് അല്ലല്ല, ഞാൻ പറഞ്ഞുതരും. TCSന്റെ സെഷൻ കൂടി പറയണ്ട. അറിഞ്ഞൂടാ. TCSന്റെ സെഷൻ കൂടി. ഇതിന്റെ കൂടെ എനിക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാൻ പറ്റുന്ന കാര്യം ഇതാണ്. എങ്ങനെയാണ് 7-ാം തീയതി പേയ്മെന്റ് ചെയ്യണത്? എനിക്ക് അങ്ങനെ ഫയൽ ഉണ്ട്. 7-ാം തീയതി പേയ്മെന്റ് ചെയ്യുന്ന സാധനം വേണമെങ്കിൽ അത് ചെയ്യുന്നത് ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്തിട്ട് വോയിസ് ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്നോടെ എഴുതൊക്കെ കണ്ടുപിടിക്കാൻ. ഫയൽ ചെയ്യണ സാധനം അത് നമ്മൾ രാവിലത്തെ സമയമായിരിക്കും ചെയ്യുക. ആ സമയത്ത് പറ്റുമെങ്കിൽ അതൊന്ന് വീഡിയോ ആക്കിയിട്ട് ചെയ്തുതരാം. ഈ വീഡിയോന്റെ താഴെ തന്നെ ഇട്ട് കൊടുത്താൽ ഞങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടുമായിരുന്നു. പോരെ? അത് ചെയ്തെന്നാ അപ്പൊ നമുക്ക് പഠിക്കാല്ല. അതായിരിക്കും ഒന്നുകൂടി നന്നാവുക. ആരെങ്കിലും ഫയലൊക്കെ പിടിക്കാം അങ്ങനെയാണെങ്കിൽ. ഫയലുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ആണെങ്കിൽ ചെയ്യാം. എന്നാ പിന്നെ പണി പറഞ്ഞു. ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും TDS ഇറക്കാണ്ടോ? കൺസൾട്ടന്റ് ആണ് സ്ഥിരമായിട്ട് ഈ സാധനം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം ആണെങ്കിൽ ലൈവിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കാട്ടോ. നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്ന അക്കൗണ്ട് വഴിയല്ല. എങ്ങനെ? ക്യാഷ് ആയിട്ട് കിട്ടുന്ന അക്കൗണ്ട് വഴിയല്ല, ഏത്? മറ്റേ സാലറി കിട്ടുന്നത്. അതൊക്കെ ഉടായ്പിന്റെ ആൾക്കാരല്ലേ നിങ്ങള്? ക്യാഷിന്റെ പരിപാടി ഉടായ്പ. എനിക്ക് TDS അടയ്ക്കാനുണ്ടായിരുന്നു സാർ. ഞാൻ ലക്ഷ്യം അടച്ചിട്ടാ അടച്ചു. എങ്ങനെ? എനിക്ക് TDS റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ലക്ഷ്യം അടച്ചിട്ടാ ചെയ്തത്. ഇതേമാതിരി തന്നെയാണോ ഈ കേസാണോ? 20%? 20% അല്ല, 10%. ആ, പഴയ സ്കീമിലല്ലേ? അത് എന്ത് സ്കീമാണെന്ന് അറിയില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അല്ലായിരുന്നു. KCA ആണ് നല്ലത്. KCA മാച്ച് ഓഫീഷ്യൽസ് അല്ലേ. ശരി, ക്ലിയർ ആയില്ലേ? അപ്പം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ കേസാണ് നമ്മൾ അപ്ലിക്കബിൾ ആവുന്നത്. അപ്പം TDSന്റെ ഏറെക്കുറെ ഒരു പിടുത്തം കിട്ടിയില്ലേ? ഇനി കമ്മീഷന്റെ കേസിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഇൻഡിവിജ്വലിന്റെ കേസിൽ, HUFന്റെ കേസിൽ, HUF ഇൻഡിവിജ്വൽ ഒക്കെ ഈ പറഞ്ഞ 1.1 ടേൺ ഓവർ ആ ഒരു സാധനം എന്ത് ചെയ്യാം, നമ്മൾ ചെയ്തു കൊടുക്കാം. ഇനി വേറൊരു കേസ് സാറേ, ബില്ലിന്റെ കാര്യത്തിലേ സെയിൽസ് ബില്ലിൽ നമ്മളെ TDS ഡിഡക്ട് ചെയ്യുന്നില്ലേ? ആ സെഷൻ വേറെ ആക്കി തന്നെ പറഞ്ഞുതരാം. ഓരോന്നോരോന്ന് കയറി മുറിച്ച് പോകാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം നമ്മള്. ഇനി ഒരു സാധനം കൂടി കാണിച്ചു തരാം. ഇതിന്റെ തന്നെ കമ്മീഷനിൽ തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യം, ഒരു എക്സാമ്പിൾ കൂടി പറയാം ഞാൻ. ഇപ്പോ യൂനിസ് ലിമിറ്റഡ് നോക്കേ, ഈ ഒരു കേസിൽ നമുക്ക് ഓരോ മാസം അല്ല, ഇപ്പൊ ഈ ഒരു മാസം നമ്മളെങ്ങനെ പറഞ്ഞ പെർ ഇയർ പെർ പേഴ്സൺ അല്ലേ? ഇപ്പൊ നമ്മളെ ആരിസ്ക, ഓക്കെ, ആരിസ്ക എന്ത് ചെയ്തു? നമ്മളെ ഒക്ടോബർ മാസം 15,000 കമ്മീഷൻ അടിച്ചു, അല്ലെങ്കിൽ വേണ്ട, ഒരു 8,000 രൂപ കമ്മീഷൻ അടിച്ചു. TDS അപ്ലിക്കബിൾ ആണോ? ഈസ് TDS അപ്ലിക്കബിൾ? പറ, TDS അപ്ലിക്കബിൾ ആണോ? അല്ല. 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 ഉറപ്പല്ലേ? എന്തായിരിക്കും ജേർണൽ എൻട്രി? കമ്മീഷൻ അക്കൗണ്ട് ഇട്ടു കമ്മീഷൻ 8,000 ടു ഹാരിഷ് 8,000. ഇതാണല്ലോ സെറ്റ് അല്ലേ? റെഡി? ഇനി ഹാരിസ്ക അടുത്ത മാസം നവംബർ
ഓക്കെ, ഇതൊക്കെ നമ്മുടെ അടുത്ത് കേസുകൾ വരെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ സാധനങ്ങൾ പറഞ്ഞു തരാണ്. ഇതൊന്നും നിങ്ങൾക്ക് ആക്ച്വലി എവിടെയും പഠിക്കാണ്ടാവില്ല, പക്ഷെ നിങ്ങൾ എന്തായാലും ബിസിനസ്സിൽ ഇത് അനുഭവിക്കും. ഇനി ഈ ഒരു മാസം മൂപ്പര് ഒരു 6000 രൂപന്റെ സെയിൽ കൊണ്ടുവന്നു. മൈ ക്വസ്റ്റ്യൻ അപ്ലിക്കബിൾ ആണോ? അല്ല, ആപ്ലിക്കബിൾ അല്ല. വൈ? ടോട്ടൽ 14 എങ്ങനെ? അപ്പൊ എങ്ങനെ വന്നു? 20 എൻട്രി എങ്ങനെ വരിക? കമ്മീഷൻ 6000 ടു ഹരീഷ് 6000. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി അടുത്ത കേസ് ആരിസ്കൻ എന്ത് ചെയ്തു? ഈ മാസം ഒരു 8 14 ഒരു 8 രൂപന്റെ ഒരു 9 രൂപന്റെ കമ്മീഷൻ കൊണ്ടുപോയി. മൈ ക്വസ്റ്റ്യൻ, ഇത് അപ്ലിക്കബിൾ ആണോ? അപ്ലിക്കബിൾ ആണ്. ടോട്ടൽ applicable ആണ്. 20,000 മുകളിലായി. പുറത്തായതുകൊണ്ട് ടോട്ടലിന് TDS ഉണ്ടായിരുന്നു. ഇങ്ങനെ കേസ് ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കേസാണ്, പക്ഷെ എനിക്കിത് ബിസിനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബിസിനസ് ഇങ്ങനെയാണ് പ്രാക്ടിക്കൽ പഠിക്കേണ്ടത്. നമ്മൾ ഒറ്റ കേസ് അടിച്ചതിന്റെ എല്ലാ സിനാരിയും പഠിക്കാം. ഈ ഒരു കേസിൽ അപ്ലിക്കബിൾ ആണോ? അപ്ലിക്കബിൾ ആണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ജേണൽ എൻട്രി വരിക? അപ്ലിക്കബിൾ അല്ലല്ലോ. എല്ലാ മാസമല്ലേ നമ്മള് പേയ്മെന്റ് ചെയ്യേണ്ടത്? എല്ലാ മാസമല്ലേ TDS പേ ചെയ്യേണ്ടത്? അപ്ലിക്കബിൾ ആണോ? അപ്പൊ ഇത് അപ്ലിക്കബിൾ അല്ലല്ലോ. ആണോ? ഇയർലി 20,000 അല്ലേ? റിട്ടേണിന്റെ കാര്യം കൂടി ആലോചിക്കണേ. പേയ്മെന്റ് നമ്മൾ ആ മാസം പിടിച്ചു കൊടുക്കുന്നതാണ്. നമ്മളെ കണ്ടീഷൻ ഇതാണ്, 20,000 above per year per person. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? ഓക്കെ, അപ്പൊ ആപ്ലിക്കബിൾ ആണ്. 3 വർഷത്തിൽ 3 മന്തിലേയും കൂടെ കൂട്ടിയിട്ടല്ലേ വരിക? 3 അപ്പൊ ഓക്കെ, മാസത്തേയും കൂടെ കൂട്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ അക്കൗണ്ട് എത്ര? കമ്മീഷൻ 23,000. 23,000. ഓൾറെഡി 8ഉം 6ഉം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി പുറത്തല്ല. ഓൾറെഡി ആ മാസം ബുക്ക് ചെയ്തല്ലേ? കമ്മീഷൻ 9,000. നല്ല ശ്രദ്ധിച്ചോളെ. അതാ പറഞ്ഞത്, നമ്മൾ നല്ല കോമൺ സെൻസ് ഉപയോഗിക്കണേ. ഓൾറെഡി 8ഉം 6ഉം ഓൾറെഡി ബുക്ക് ചെയ്തു, നമ്മൾ അക്കൗണ്ട്സിൽ അത് കയറി കഴിഞ്ഞു. വീണ്ടും 23 അടിച്ചാൽ എന്താ സംഭവിക്കാം? ഡബിൾ എൻട്രി ഒന്നില്ലേ? അതും ഇതൊക്കെ കയറി വന്നില്ലേ? വരും. ഇനി TDS നമ്മൾക്ക് എന്താ ചെയ്യാ? ഹാരിസ്ക കൊടുക്കാം അല്ലേ? ഹാരിസ്ക എത്ര പൈസ? 180. മൊത്തം 8ഉം 6ഉം 14ഉം 9 എത്ര? 23ന്റെ 2% എത്രയാ? 460. അല്ലാത്താൾ മ്യൂട്ട് ചെയ്യാ. ഒക്കോടെ ഒച്ചപ്പാടുണ്ടാക്കല്ലേ. 460. 23ന്റെ എത്ര? 2% എത്രയാ? 460. എത്ര? ഇതാണോ? 460. ബാക്കി എത്ര ഉണ്ടാവും? 8,540. ഇങ്ങനെയാണ് ഇതിന്റെ ജേണൽ എൻട്രി ഉണ്ടാവും. TDS മൊത്തം, ഇതിന്റെ മൊത്തം TDS ഒപ്പം പിടിച്ചു, ഇവിടെ പിടിച്ചു. അപ്പൊ ആയിസ്ക്ക് ചോദിക്കും 9,000ന്റെ 2% പോരെന്ന് മൂപ്പര് ചോദിക്കുമ്പോൾ നമ്മൾക്ക് പറയാൻ കഴിയണം പെർ ഇയർ പെർ പേഴ്സൺ 20,000. ഇയർ ആവുന്നതോട് കൂടിയിട്ട് മൊത്തം ഇയാളുടെ ടോട്ടൽ ടേൺ ഓവർ ഇവിടെ കടന്നു കഴിഞ്ഞു. അപ്പൊ സാധാരണ രീതിയിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ ഇത് നമ്മൾ ചിന്തിക്കാത്ത പ്രശ്നമാണ്, പക്ഷെ ബിസിനസ് സിനാരിയോയിൽ നിങ്ങൾക്ക് വരും. അതാണ് ഒരു അക്കാഡമിക്സിൽ സാധനം എവിടെയും പഠിപ്പിക്കില്ല, കാരണം ഇങ്ങനത്തെ സിനാരിയോ അവർക്ക് വരാൻ ഒരു സാധ്യതയില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ വരാൻ സാധ്യതയുള്ള കേസുകളാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫിനാൻസിന് ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. ഫിനാൻഷ്യൽ അക്കൗണ്ടന്റിന് ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യാം.
ഒരു വർഷത്തില് നമുക്ക് എല്ലാ സാധനത്തിനും എന്ത് ചെയ്യും? കമ്മീഷന്റെ മുകളിൽ 2% കട്ട് ചെയ്യുന്നുള്ള ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കില്ല. അപ്പൊ ആദ്യം തന്നെ അത് ലിമിറ്റ് ആയിട്ടില്ലെങ്കിൽ 2% കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് വിട്ടോളി. ഒരു കുഴപ്പമില്ല. ഈ അടച്ച എമൗണ്ട് കൊടുക്കും പോലല്ലോ, അയാളെ ബാങ്ക് കാർഡ് തന്നെ ഉണ്ടോ, അയക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഫയൽ ചെയ്ത് എടുക്കാം. നിങ്ങൾ എത്ര എമൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ ലിമിറ്റിന്റെ പുറത്തായാലും കൂടുതൽ എത്ര അടിച്ചു കഴിഞ്ഞാൽ അയാളുടെ പാൻ കാർഡിലേക്ക് ഫെച്ച് ആയി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയർ എൻഡിൽ സാധനം എടുക്കാൻ പറ്റും. അത് ഇയർലി അങ്ങനെ ചെയ്യണ്ടേ സാർ? ചെയ്തില്ലേ? ഇയർലി നമുക്ക് റിട്ടേൺ കിട്ടണമെങ്കിൽ, ഇപ്പൊ ഉദാഹരണം ആതിരന്റെ കൈമെന്നാണ് ഞാൻ ആ ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആതിരക്ക് ആ എമൗണ്ട് റിട്ടേൺ കിട്ടണമെങ്കിൽ ആതിര ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ. ചെയ്തില്ലെങ്കിൽ അത് പോകും. ലാപ്സ് ആയി പോകും. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തത്. അപ്പൊ ഈ വർഷത്തെ അതായത് കുറെ ആളുകൾ കേസുണ്ട്. ഇപ്പൊ ഇൻകം ടാക്സിനെ കുറച്ച് കേസുകൾ പറയാറുണ്ട്. ഇൻകം ടാക്സ് കുറച്ച് ആളുകൾ പൈസ പോകുന്നത് ഒന്ന്, പിന്നെ ഫോറിൻ ട്രാവലറിന് വേണ്ടിയിട്ട്, ഫോറിൻ യാത്രയ്ക്ക് വേണ്ടി 2 ലക്ഷം രൂപയുടെ മുകളിൽ സ്പെൻഡ് ചെയ്ത ആളുകൾക്ക് അവരെന്ത് ചെയ്യണം? TDS പിടിച്ച എമൗണ്ട് തിരിച്ചു കിട്ടണമെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം, ഇല്ലെങ്കിൽ കിട്ടൂല. ഇതാണ് ഈ ഹജ്ജിന് പോകുന്ന ആളുകൾ, പിൽഗ്രിംസിനൊക്കെ അവർക്ക് റിട്ടേൺ കിട്ടുന്ന കേസുകൾ പറഞ്ഞത്. ഹജ്ജിന് പോകുന്ന കേസല്ല, യൂറോപ്പിൽ അമേരിക്കയിൽ എവിടെ പോകണമെങ്കിലും 2 ലക്ഷം രൂപയുടെ മുകളിലാണ് അതിന്റെ കോസ്റ്റ് വരുന്നെങ്കിൽ അവർ TDS അടക്കണം. ആ TDS എമൗണ്ട് തിരിച്ചിട്ടാണ് വകുപ്പ് എവിടെ ഉണ്ട്? ഇൻകം ടാക്സ് ഫയൽ. ഇനി ആ വർഷം ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ ആ പൈസ പോകും. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കേസിൽ കമ്മീഷൻ ബൈനറി സെക്കൻഡറി അവിടെ ചേർത്താൽ ഇവിടെ ചേർത്താൽ ഫുള്ള് കമ്മീഷൻ കിട്ടുന്ന പരിപാടികളല്ലേ? ഈ കമ്മീഷൻ കിട്ടുന്ന ഈ പിടിച്ചു വെക്കുന്ന എമൗണ്ടും ഇവർക്ക് തിരിച്ചെടുക്കാനുള്ള സംവിധാനം ഇവരുടെ കയ്യിലുണ്ട്. ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ലാപ്സ് ആയിട്ട് പോകും. കമ്മീഷന്റെ കേസിൽ ഒരാൾക്ക് നല്ല കമ്മീഷൻ കിട്ടാണ്ട് ഇയാൾ ഫയൽ ചെയ്തില്ല, ഇനി അടുത്ത പ്രാവശ്യം ചെയ്തിട്ട് ക്ലിയർ ആകില്ല. ആ ഒരു വർഷത്തോട് പരിപാടി ഇരുന്നു. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പം 5-6 വർഷത്തെ ഇൻകം ടാക്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതിന് റിട്ടേൺ തിരിച്ച് കിട്ടിക്കോളണമെന്നില്ല. റെഡി അല്ലേ? അപ്പൊ ഇനി ഉള്ളത് റെന്റിന്റെ കേസുകളൊക്കെയാണ്. അത് നമുക്ക് ഇതേപോലെ വിശദമായിട്ട് പറയാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ചെറിയ ചെറിയ ടോപ്പിക്, ഏതൊരു 1 മണിക്കൂർ ചെറിയ ചെറിയ സാധനങ്ങളാക്കി എടുത്തെടുത്ത് പഠിക്കാവുന്ന കേസുകളാണ്. മറ്റേ സാധനം ഞാൻ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ തന്നെ അടുത്ത മാസം 7-ാം തീയതി 6-ാം തീയതി 5-ാം തീയതി ഒക്കെ ആവണം. അപ്പോഴാണ് ആ സാധനം കിട്ടുക. നാളെ മറ്റന്നാളെ നോക്കി നമുക്ക് റെന്റിന്റെ സെഷനും കൂടി ഒന്ന് എടുക്കാം. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ? TDS കുറെ ഓക്കെ അല്ലേ? TDS ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ ഇതുവരെ? കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചില്ലേ? ഇതേപോലെ പഠിച്ചില്ലല്ലോ ഇവിടെ? ഇത്ര കേസുകൾ ഇതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ള അറിയില്ലല്ലോ. ഇതുപോലെ നിങ്ങളല്ലാതെ വേറെ ആരും പഠിപ്പിക്കൂല. ഇല്ല അറിയില്ല. ഒന്നാമത് തന്നെ TDS ആർക്കും അങ്ങനെ വരൂല. അതുകൊണ്ടാണ് പിന്നെ സ്റ്റുഡൻസിനൊന്നും പിന്നെ ഇവർക്ക് TDS അറിയണമെന്നില്ലേ? സ്റ്റുഡൻസിനൊക്കെ മാക്സിമം പഠിപ്പിച്ചു കൊടുക്കുന്നത് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. അത് അവിടെ നിന്ന് കട്ട് ചെയ്യും, ഇവിടെ നിന്ന് കൊടുക്കുന്ന പറഞ്ഞാൽ ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ഹാപ്പി, നമ്മൾ ഹാപ്പി. പക്ഷെ ബിസിനസ്സിലാണ്ട് ഇരിക്കുമ്പോൾ ഇതൊന്നും ഹാപ്പിയിലൊന്നും മതിയാവില്ല. കുറേ സാധുക്കളെ പൈസ, ഇപ്പൊ ഞാനൊക്കെ PKC-ലൊക്കെ വർക്കുന്ന എത്ര ആൾക്കാരെ പൈസ കട്ട് ചെയ്ത് പോയെന്ന് പറയാം. നേരം ഉണ്ടാവില്ല. അന്ന് ഇത്രയും 1000-800 സ്റ്റാഫൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരെ വിളിച്ച് എനിക്ക് പാൻ ഉണ്ടോ, ഈ സാധനം ഉണ്ടോ എന്ന് ഒറ്റ പ്രാവശ്യം നോക്കി ഇനാപ്പറേറ്റീവ് ആണെങ്കിൽ അപ്പൊ 20% കട്ട് ചെയ്ത് നേരെ ഗവൺമെന്റിലേക്ക് അടക്കും. അത്രേ ഉള്ളൂ. കാരണം നമുക്ക് ഇതിനൊന്നും ഓരോരുത്തരെ എടുത്ത് പഠിപ്പിക്കാനോ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പൊ ഇത്തരം കാസുകൾ നമ്മൾ ആ സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുന്നു. എല്ലാവരും എടുത്ത് വെച്ചോളി. വലിയ വലിയ കമ്പനികളൊക്കെ പോകുന്നതിന് മുമ്പ് ഈ പാൻ കാർഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് വേണം പോകാൻ. അവിടെയൊക്കെ കമ്മീഷൻ പരിപാടികൾ ഉണ്ടാവും. നമുക്ക് പൈസ കിട്ടണ്ടേ? ഓക്കെ അല്ലേ? അപ്പൊ റെഡി. അപ്പം TDSന്റെ കേസിൽ നമ്മൾ ഒരേ കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, TDSന്റെ കേസിലാണ് ആദ്യം നമ്മൾ ഏത് എക്സ്പെൻസ് ആണെന്നുള്ളത് നമ്മൾ നോക്കണം. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതാ പറഞ്ഞിരുന്നത്, ഏത് എക്സ്പെൻസ് ആണ് നോക്കാം. രണ്ടാമത്തത് അതിന്റെ സീലിംഗ് ലിമിറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. മൂന്നാമത്തത് അതിന് എത്ര റേറ്റ് ഓഫ് ടാക്സ് ഉണ്ടെന്ന് നോക്കാം. ECR ഷോർട്ടാക്കി നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെൻസ്, സീലിംഗ് ലിമിറ്റ്, റേറ്റ് ഓഫ് ടാക്സ്. ഇത് കമ്മീഷന്റെ മുകളിൽ അപ്ലിക്കബിൾ ആണ്, റെന്റിന്റെ മുകളിൽ അപ്ലിക്കബിൾ ആണ്, സാലറിന്റെ മുകളിൽ അപ്ലിക്കബിൾ ആണ്. അങ്ങനെ കുറെ സാധനത്തിന് മുകളിൽ ഈ സാധനം അപ്ലിക്കബിൾ ആണ്. അപ്പൊ എല്ലാ ബിസിനസ്സിലും അത് കോമൺ ആയിട്ട് വരുന്ന ഒരു 5-6 സിറ്റുവേഷന്റെ എല്ലാ സിറ്റുവേഷൻസും നമ്മൾ പറഞ്ഞു പോകും. അതിന്റെ ആക്ടുകൾ ഇന്ന് നമ്മൾ 2-3 ആക്റ്റീവ് റൂളും പഠിച്ചു. 206(7) എന്ന് പറഞ്ഞ ഒരു വകുപ്പ് നമ്മൾ പഠിച്ചു. അത് എവിടെ നിന്നാണ് ചെക്ക് ചെയ്യണം എന്നൊക്കെ പഠിച്ചു. ഇതേപോലെയാണ് ഇൻകം ടാക്സിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
അപ്പം റോഡും പോവാ, സെക്ഷനിലും പോവാ, കയറാ, തപ്പാം. വേറെ എവിടെയും തപ്പി പോയിട്ട് കാര്യമില്ല, കിട്ടൂല, കറക്റ്റ് കിട്ടൂല. ഗൂഗിളിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയും കൊള്ളാത്ത രീതിയിലുള്ള സാധനങ്ങളെ കിട്ടത്തുള്ളൂ. ഇപ്പം GSTന്റെ കുറെ അമെന്റ്മെന്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സർക്കുലർ ഒന്നും പൂർണ്ണമായിട്ട് വന്നിട്ടില്ല കേട്ടോ. ആ യൂട്യൂബിൽ കാണുന്ന വീഡിയോന്റെ മുകളിൽ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻകം ടാക്സ് GSTയിലൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഒരു സർക്കുലർ ഇതുവരെ വന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ GST കൗൺസിൽ, നമ്മുടെ ടീമിന് GSTയുടെ മീറ്റ് ഉണ്ടായിരുന്നു, ഓഫീസേഴ്സിന്റെ. അപ്പം നമ്മളവിടെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ ഒരു മറുപടി അങ്ങോട്ട് പറഞ്ഞത്, യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് GST ഫയൽ ചെയ്ത് ഫൈൻ കിട്ടിയിട്ട് അങ്ങോട്ട് പറയണ്ട. യൂട്യൂബിൽ ഒരു ആ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ആ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പക്ഷെ ആ എന്നല്ല ഇവിടെ പറയേണ്ടത് എന്നാണ് മറ്റും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇതിനും ആ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ആക്ക് ഇങ്ങനെ ഉണ്ട്, ആക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്തില്ല, കാര്യമില്ല. പല കാര്യത്തിലും സർക്കുലറും ക്ലാരിഫിക്കേഷനും ഇപ്പോഴും വന്നിട്ടില്ല. ഇതിന്റെ ഇടയിൽ GST വകുപ്പ് പല സൂപ്പർ മാർക്കറ്റുകളിൽ കയറിയിട്ട് പല സാധനങ്ങളും പിടിച്ച് GSTന്റെ ആ കേസുകളൊക്കെ പറഞ്ഞ കുറെ കേസുകളുണ്ടായിരുന്നു. അവരൊക്കെ കൊണ്ടുപോയി സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു സർക്കുലർ ഇല്ല, പിടിച്ചോ കുടുങ്ങിപ്പോ. മറ്റവനും പോവല്ലോ. കാരണം ഇത് കൃത്യമായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള കുറെ സാധനങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പൊ എല്ലാം GSTന്റെ കുറച്ച് സർക്കുലറും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റായി സാധനം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ട് സൂക്ഷിക്കേണ്ടയും ശ്രദ്ധിക്കേണ്ടയും കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഇന്നിപ്പോ എത്ര റെക്കോർഡിങ് ആയണോന്ന് അറിയില്ല, 3-4 ഏതൊക്കെ കിട്ടുമെന്നൊന്നും അറിയില്ല. കിട്ടുന്ന നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ പോരെ. അപ്പൊ നമുക്ക് നാളെ മരുന്നോണാക്കിയിട്ട് പറ്റുമെങ്കിൽ ഒരു സെഷൻ കൂടി കേട്ടോ, എന്നിട്ട് ആ റെന്റിനും കൂടി പറയാം. ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞാ? വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ തിരക്കൊക്കെ കഴിഞ്ഞാ? ഇനി കഴിഞ്ഞില്ല, ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാ, പോകുന്ന ആൾക്കാർ പോയിക്കോളെ. അനൂക്ക് വരെ വെറുതെ പാൻ കാർഡിന് വാലിഡിറ്റി ഒന്നും ഇല്ലല്ലോ? ഇല്ല, പുതുക്കേണ്ടി വരും കേട്ടോ. അതെങ്ങനെയാ നമ്മളറിയാ? ഇതാ ലിങ്ക് ചെയ്ത് കയറി നോക്കിയേ. ലിങ്ക് ചെയ്ത് നിങ്ങളവിടെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടാവും. ആളില്ലെങ്കിൽ അപ്പൊ ഇനോപ്പറേറ്റീവ് സാധനങ്ങളെന്നൊക്കെ പറയും. അപ്പൊ അവിടെ കൊണ്ടുപോയി ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യുന്ന കേസുള്ളൂ. നിങ്ങൾ ആദ്യം എന്റെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, എന്നിട്ട് ലിങ്ക് ചെയ്തെന്ന് നോക്കി. ലിങ്ക് ചെയ്ത് സ്റ്റാറ്റസ് ചെക്ക് ആണെങ്കിലും ഒക്കെ സെറ്റ് ആണ്, അല്ല, കുഴപ്പമൊന്നുമില്ല. ഓപ്പറേറ്റ് ഞാൻ ഇപ്പൊ ചെയ്തു നോക്കി, സാറ് പറഞ്ഞു. അപ്പൊ അത് വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആണോ? ഓപ്പറേറ്റീവ് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ? ആക്റ്റീവ് എന്ന് കാണിച്ചു, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ടില്ല. കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. സാറേ നമ്മുടെ പാൻ കാർഡ് കുഴപ്പമൊന്നുമില്ല അല്ലേ? നിങ്ങളെ പാൻ കാർഡ് സെറ്റാ. എല്ലാരും ചെക്ക് ചെയ്യട്ടാ. ഇങ്ങനൊക്കെ ഇങ്ങനെ തന്നെ ഇതൊക്കെയാണ് ഉപകാരം. ചെക്ക് ചെയ്താൽ ഇതൊക്കെ പണ്ടേ കയറണമെങ്കിൽ സ്വയം ചെയ്യണം. നമ്മൾ ഇവിടുന്ന് കഥ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ സ്വയം ചെയ്യണം. നമ്മൾ ചെയ്താലേ പഠിക്കുള്ളൂ. ചെയ്താലേ പഠിക്കുള്ളൂ. ഇതിപ്പോ ഇൻഡിവിജ്വൽ ഇൻകം അല്ലെങ്കിൽ എന്റെ സംസാരത്തിന്റെ രസം കേട്ടിട്ട് ആവേശം മൂത്ത് ഇങ്ങനെ കേട്ടുക്കോ. ഇത് സംഭവം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി, അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ പാൻ കാർഡ് ഇതൊക്കെ തന്നത്. അപ്പൊ അവിടെ സെറ്റ് ആയില്ല, ഉറപ്പെടുത്തില്ല. ഈ ഇൻഡിവിജ്വൽ ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പിടിക്കണമെങ്കിലേ ഇൻഡിവിജ്വൽ ഇൻകം ഇല്ലെങ്കിൽ ഫയൽ ചെയ്യണ്ടല്ലോ ഇൻകം ടാക്സിന്റെ. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. നിൽ റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്താൽ മതി. നിൽ റിട്ടേൺ ചെയ്യണ്ട. ഒരു 10,000, 30,000, 40,000 രൂപ വരുമാനം കാണിച്ചിട്ട് ഫയൽ ചെയ്തേക്ക്. എന്തായാലും കുഴപ്പം. അപ്പൊ പൈസ ഒന്നും അടയ്ക്കണ്ട. 40,000 രൂപ ഉണ്ടെങ്കിൽ ഒരു വർഷം 3, 4, 12 എത്ര വരിക? 4,80,000 രൂപയാണ് ഒരു വർഷത്തിൽ ഒരാൾക്ക് 40,000 രൂപ കാണിച്ചു കഴിഞ്ഞാൽ അയാളെ ഇൻകം കാണിക്കാം. GTI, ഗ്രോസ് ടോട്ടൽ ഇൻകം. അയാൾ 1 രൂപ പോലും ഗവൺമെന്റ് കാണിക്കണ്ട. അയാൾ കൃത്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് OTP എടുത്ത് ഫയൽ ചെയ്ത് പോയാൽ മതി. അത് 139 സബ്സെക്ഷൻ 2-ലാണ് അത് ഫയൽ ചെയ്യേണ്ടത്. ഇപ്പൊ ലൈറ്റ് വെച്ചിട്ട് ഫയൽ ചെയ്യണം. അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഗുണങ്ങൾ പറഞ്ഞുതരാം. ഈ ഇൻകം ടാക്സിന്റെ കടലാസ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇൻകം ഉണ്ട് എന്നുള്ളതിന് തെളിവുള്ള ഒരു കടലാസാണ്. ഇൻകം ടാക്സിന്റെ കടലാസ് ഇൻകം ഉണ്ട് എന്നുള്ളത് തെളിയുന്നത്. അപ്പൊ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അഥവാ കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ട് വന്നു നേർക്ക്, ലോൺ വേണ്ട സാഹചര്യം വന്നു നേർക്ക്, ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക എന്താ? ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. എല്ലാവരോടും ഇപ്പൊ ചോദിക്കണം ഇൻകം ടാക്സ്. അപ്പൊ നമ്മൾ ഈ ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് 40,000 രൂപ ഒരു മാസം വരുമാനം കിട്ടുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ ഒന്നുകൂടി ഈസി അല്ലേ? മറ്റത് ഈ റേഷൻ കാർഡ് കൊണ്ടുകൊടുത്ത അതിലെന്താ ഉണ്ടാവുക? 200 ഉണ്ടാവും, 200 ഉറുപ്പ്യ ഉണ്ടാവും ഒരു കൊല്ലത്തിന് വരുമാനം കാണിക്കാം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങനെ നിങ്ങൾക്ക് ലോൺ തരാം? അങ്ങനെ ഉണ്ടല്ലോ. നിങ്ങളെ റേഷൻ കാർഡിലൊക്കെ 200. നമ്മളത് ഈ ദാരിദ്ര്യരേഖ താഴത്തേക്ക് പോകാനാണല്ലോ മത്സരം.
അരി കിട്ടാൻ വേണ്ടിയിട്ട്. ഏറ്റവും ബാഡ് ഐഡിയ ആണ് കേട്ടോ. ഈ റേഷൻ കാർഡ് എടുത്തിട്ട് ഈ ചുവന്ന കാർഡിലേക്ക് പോകുന്ന വെരി ബാഡ് ഐഡിയ. നമ്മൾ ഭയങ്കര നെഗറ്റീവിലേക്ക് പോകും. നമ്മളെപ്പോഴും മുകളിലേക്ക് നീലും ചുവപ്പും മഞ്ഞ കാർഡ് അങ്ങോട്ടേക്ക് പോകണം, വലുതാവണം. നമ്മള് താഴോട്ടേക്ക് പോസിറ്റീവ് ആയിട്ട് ഇറങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതിന് പോയി ക്യൂ നിൽക്കിയത്. അതിനാകെ 10 കിലോന്റെ അരി കിട്ടെ. 10 കിലോന്റെ അരിക്ക് എത്ര ആ 300 ഉറുപ്പ ഉള്ളൂ. 300 ഉറുപ്പ എടുത്ത് ഒരു ദിവസത്തെ പണിന്റെ പൈസ ഉള്ളൂ. നമ്മൾ വെറുതെ ആ 30 കിലോ അരി ഇട്ടാൻ വേണ്ടി അങ്ങനെ പാരിയാരം പറഞ്ഞു നടക്കും. നമ്മൾ ശരിക്കും ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്ത് കുറച്ചൊക്കെ നല്ല അവിടെ പൈസ ഉണ്ട് എന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങോട്ട് വരും. ഇല്ലെങ്കിലോ ഒന്നും വരൂല. നമ്മുടെ വില കളഞ്ഞു കുളിക്കരുത്. നമ്മൾ മറ്റേ ഇതൊക്കെ ആണെങ്കിൽ ഈ ചില പാവങ്ങള് ചില വല്യന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞു മടുക്കല. എന്തിനാണ് ഇത്രയും ഗൾഫിൽ മറ്റോ ഗൾഫിലുണ്ടാവും. എന്നിട്ട് ഇവരുടെ ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവര് ഈ ഇൻകം 2000-3000 രൂപ ഒരു വർഷം അതിൽ എഴുതിയുണ്ടാവും. ഒരു മനുഷ്യന്റെ വരുമാനം 2000 രൂപ 3000 രൂപ ഒരു കൊല്ലത്തിൽ ഉണ്ടാകുക. പച്ച നുണ ഇതല്ലേ. പച്ച നുണ ഇതാന്ന് മാത്രമല്ല, ഈ നുണ ഇതുമ്പോൾ ഒരു വേറെ പറഞ്ഞ ഈ 2000 രൂപയ്ക്കും എന്താ ചെയ്യണ നിങ്ങള്? ഈ 2000 രൂപ നിങ്ങൾ ദാരിദ്ര്യമൊക്കെ താഴെയായി നിങ്ങൾക്ക് അരി തരികയാണ് അല്ലേ? അല്ല, അരിയല്ല തരുന്നത്. ഈ അരി എന്ന് പറയുമ്പോൾ ശരിക്കുണ്ടല്ലോ, ഈ 2000 രൂപ ഇല്ലാത്ത ഇന്ത്യയിൽ ഒരുപാട് ജനങ്ങളുണ്ട്. ഇവന്റെ ചോറിലിട്ട് കൈ വാരുന്ന പണി ഞങ്ങൾ എടുക്കണേ. ഒരു സ്ഥലത്ത് പോലും പൊരുത്തപ്പെടിപ്പിച്ചാൽ പോലും തീരാത്ത തെറ്റങ്ങൾ ചെയ്യണം. ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടൂല. ഇൻകം സർട്ടിഫിക്കറ്റ് മറ്റൊക്കെ വിഷയം. എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടല്ലോ മുകളിൽ ഒരാളുണ്ട് എന്നുള്ളത്. അതെന്തോ ആട്ടെ, അള്ളാട്ടെ, ക്രിസ്ത്യനാട്ടെ, സീതാട്ടെ, പടച്ചോനാട്ടെ, യേശുവാട്ടെ, ആരോട്ടെ, ഇതെല്ലാം വിചാരണ ചെയ്യുന്നൊരു ദിവസം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന 90% ആളുകളും. അപ്പൊ ശരിക്ക് നമ്മൾ ഈ അനർഹമായ കൈയിട്ട് വരുന്നതുകൊണ്ട് അവിടെ ശരിക്ക് കിട്ടാണ്ട് ഒരുത്തം പട്ടിണി കിടന്ന് മരിക്കണ്ടേ. അത് വലിയ പ്രശ്നമാണ്. ഇതൊക്കെ നമ്മള് കിട്ടുന്ന സഭയിലെല്ലാം ഞാൻ എല്ലായിടത്തും പറയലുണ്ട്. കാരണം ഞാനിപ്പോ ആരിസ് ഖാനോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ഞാൻ ആരിസ് ഖാൻ പറഞ്ഞാൽ തീരും. ഇത് നിങ്ങൾ ഈ പാവപ്പെട്ട ആൾക്കാരെ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് പറയാൻ കഴിയുമോ? ആന്ധ്രയിൽ പോയിട്ട് പറയാൻ കഴിയുമോ? ഗുജറാത്ത് പോയി പറയാൻ കഴിയുമോ? ബാംഗ്ലൂർ പോയിട്ട് പറയാൻ കഴിയുമോ? ബംഗാളിൽ പോയിട്ട് പറയാൻ കഴിയൂല. ഒരാളോടല്ല ചെയ്യണേ, രാജ്യത്തോട് ചെയ്യുന്ന ക്രൂരതയാണ്. ആവശ്യമില്ലാത്ത സാധനം വാങ്ങണേ. ഇത് നമ്മളെ കർത്തവ്യം നമ്മൾ പറഞ്ഞു തീർക്കുന്നുള്ളൂ. നിങ്ങൾ ചെയ്തോ ചെയ്തില്ല നിങ്ങൾ വിഷയം. പക്ഷെ ഇൻകം ടാക്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറി നിങ്ങൾക്ക് ലോണ് തരാൻ വ്യക്തികളായാലും ബാങ്കായാലും റെഡിയാവും. അങ്ങനെ സാസ്മിത മേഡം ഒരു 3 കൊല്ലം നിങ്ങൾ ഒരു 50,000-60,000 ഇൻകം കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉറുപ്പ്യം ഗവൺമെന്റിലേക്ക് അടക്കും വേണ്ട. അഥവാ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തെറിച്ചിട്ട് കുറച്ച് പൈസ അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ പൈസയുടെ ചൊറകളൊക്കെ ഈ ഒരു ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതോടുകൂടി തീരും ചെയ്യും. അവിടുന്ന് ഇവിടുന്ന് ഇപ്പൊ ഗൾഫിൽ നിന്ന് ഭർത്താവായിട്ട് റോൾ ചെയ്തോ ഇൻകം ടാക്സ് പിന്നെ കുറിന്റെ പൈസ അങ്ങനെ ഇങ്ങനെയൊക്കെ റോൾ ചെയ്യുന്ന കുറെ പൈസ ഒന്നും ഉണ്ടാവില്ലേ? ആ പൈസ ഒക്കെ ഈ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതോട് കൂടി തീരും. കാരണം നിങ്ങൾ അത്ര വരുമാനം ഒരാളാണ്, അതിൻ്റെ അടുത്ത് ഈ പൈസ വന്നു വെച്ചാൽ കുഴപ്പമില്ല. അപ്പൊ ബാങ്കിൽ ഒരു 5 വർഷം 5 വർഷം അയാൾക്ക് എല്ലാം സ്ഥിരമായിട്ട് 50,000-60,000 രൂപ കിട്ടുന്നതാണ്. ഇയാൾക്ക് ഇനി ഒരു 5 ലക്ഷം 10 ലക്ഷം ലോൺ എടുക്കാനും വീടിന്റെ ലോൺ എടുക്കാനും എന്തില്ല, ഒരു തടസ്സമില്ല എന്ന് ബാങ്കുകാർക്ക്. എന്തിന്റെ പ്രൂഫ്? ഗവൺമെന്റിന്റെ പ്രൂഫാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യണത്. ഇവിടെ കൊണ്ടുപോയിട്ട് ഈ റേഷൻ കാർഡ് വെക്കുന്നിടത്താണ് നമുക്ക് ബാങ്ക് ലോൺ തരാതെ. സാറേ, അപ്പൊ നമ്മ ഇൻകം ടാക്സ് പിന്നെ ലെറ്റർ വരുമ്പോഴാ നമ്മ അറിയുന്നത് അടക്കാനുള്ളത്? അതാ മുമ്പേ നമുക്ക് ഫൈൻ നമ്മള് അടക്കാത്തോണ്ട് ഓല് നോട്ടീസ് ഇടണ ലെറ്റർ. അപ്പൊ ഇത് ഫൈന് നമുക്ക് വന്നത് അറിയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഫൈന് വന്നത് അറിയാൻ പറ്റൂല. അതായത് ഇപ്പൊ നിങ്ങൾ കളിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ് 2025 ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന കളിയില്ലേ, പൈസ കളിച്ചോണ്ടിരിക്കുന്ന കളി. ഇതിന് നോട്ടീസ് 2030 5 കൊല്ലം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഹാസിബു കബ്ല അൻ തുഹാസിബുക്കും ഇപ്പം തന്നെ കൂട്ടി എഴുതി കണക്കുണ്ടാക്കി കൊടുത്തോളി, രക്ഷപ്പെടും. ഇപ്പൊ ഈ ലോൺ എമൗണ്ടിന്റെ മുകളിലെല്ലാം നമ്മ കൊടുക്കണം സർ? എന്തെടുക്കാം? ലോൺ നമ്മളെ ഇൻകം അല്ലല്ലോ. അപ്പൊ സാർ നമ്മള് റഫായിട്ട് ഒരു കണക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഫയൽ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയൊന്നുമില്ലേ? അതായത് ഈ ബേസിക് ഇൻകം ഉള്ള ആളുകൾക്കൊക്കെ സാലറി കാണിച്ചിട്ട് പോകാം. അഡ്വാൻസ് ആയിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആളുകളെ കൺസൾട്ട് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ചോദിച്ചതിന് ശേഷം ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ബിസിനസ്സുകൾ ഉള്ള ആളുകൾ ഉണ്ടാവട്ടോ. ഞാൻ മൊത്തത്തിൽ പറയല്ലോ, നോർമലി കാണുന്ന സാധാരണ വീട്ടമ്മമാരും വിലൊക്കെ ഉള്ള ആളുകളൊക്കെ അല്ലേ, നിങ്ങൾക്കൊക്കെ ഒരു ആവറേജ് ഒരു 50,000 രൂപക്കല്ലേ മാസം വരുള്ളൂ. അങ്ങനെ ഇങ്ങനെ തൊട്ടി തെറിച്ചിട്ടൊക്കെ അതിന് നിങ്ങൾ നോർമലി ഒരു ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. കോംപ്ലിക്കേറ്റഡ് ആയി വലിയ 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം രൂപ 50 ലക്ഷം സ്ഥിരമായിട്ട് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ഇത്തരം കേസുകൾ വരും. അവർ കൃത്യമായിട്ടും നമ്മളെ പോലെയുള്ള ആളുകൾ കണ്ട് എന്താണ് ആ ഇൻകം എന്നുള്ള ഉറപ്പുവരുത്തി അതിനനുസരിച്ചുള്ള ഫയലിംഗ് ചെയ്ത് പോകണം. അതാണ് നല്ലത്. അപ്പൊ ഈ ഓൺലൈനിൽ ഈ ഫയലിംഗിൽ നമ്മൾക്ക് നേരിട്ട് ചെയ്യാം. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് ടാക്സ് ആണ്.
മക്കളെ. ഇൻകം ടാക്സ് പറഞ്ഞാൽ ഡയറക്ട് ടാക്സ് ആണ്. ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നേരിട്ട് അടക്കുന്ന പരിപാടിയാണ് ഡയറക്ട് ടാക്സ്. ക്ലിയർ ആയില്ലേ? എന്തുകൊണ്ട് സി എക്കാരും ഞാനും ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പണി അറിയില്ല. അതുകൊണ്ട് ആ മുതലെടുപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഉള്ള സത്യം നേരെ പറഞ്ഞു. അപ്പൊ അവര് സൈൻ ചെയ്യണം അതൊക്കെ ഉണ്ടല്ലോ, അത് വലിയ ആര് ബിസിനസ് ആണ്. ഏതിന് സൈൻ ചെയ്യണം? അതാണ് 44AD 44AB എന്നൊക്കെ പറഞ്ഞ് അത് കമ്പനിയൊക്കെ 5 കോടി 6 കോടി 10 കോടി ടേണോവറുള്ള കമ്പനികളാണ്. നിങ്ങളെ കേസല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫയൽ ചെയ്യാം. നിങ്ങൾ 1 കോടി റുപ്യ വരെ കച്ചവടമുള്ള ബിസിനസ് തന്നെ നിങ്ങൾ ഒരു ഓഡിറ്റും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഈ ക്ലാസ് മുന്നേ എടുത്തിരുന്നെങ്കിൽ എന്റെ TDC ഒറ്റയ്ക്ക് ഫയൽ ചെയ്തു. ക്ലാസ് മുന്നേ എടുത്തിരുന്നെങ്കിൽ എന്റെ TDC ഒറ്റയ്ക്ക് ഫയൽ ചെയ്തേനെ. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ. അത് നിങ്ങൾ ഇത്രയും കാലം കുറെ ക്ലാസ്സിന് പഠിച്ചില്ല, അവരോട് ചോദിച്ച് ചെയ്യണായിരുന്നു ഇതൊക്കെ. ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ കുഴപ്പമില്ല. അല്ല, ഞാൻ അന്ന് പുള്ളിനോട് പറഞ്ഞതാണ്, അതായത് ചെയ്യുന്ന ആളോട്. അല്ലെ പുള്ളി പറഞ്ഞത്, അതായത് KCന്റെ CA പറഞ്ഞെന്ന് വെച്ചാൽ ഇവര് താമസമാണ് പേയ്മെന്റ് അടയ്ക്കുന്നത്. അപ്പോ ഫയൽ ചെയ്തിട്ട് അവരടയ്ക്കുന്ന ടൈമിൽ റീഫയൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു, റിവൈസ് ചെയ്തിട്ട് റീഫയൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞു അവരെ അടച്ചിട്ട് ഫയൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ലേറ്റ് കൊടുക്കേണ്ടി വന്നു. അപ്ഡേറ്റഡ് റിട്ടേൺ ആയിരിക്കും പറയുന്നത് അല്ലേ? അല്ല, ഈ TDSന്റെ കേസായിരിക്കും പറഞ്ഞത്. ലേറ്റ് ആയിട്ടല്ലേ? TDSന്റെ, അതായത് KC എല്ലാവർക്കും താമസമാണ് അടയ്ക്കുന്നത്. സാറേ നമ്മള് 4 ലക്ഷം രൂപ അടച്ച് അന്നാ പ്രോപ്പർട്ടി വിറ്റില്ലേ? പൈസ ഉണ്ടാക്കി, പൈസ ഗവൺമെന്റ് കുറച്ച് കഴിക്കട്ടെ. എത്ര 10-60 ലക്ഷം റുപ്യ കിട്ടിയില്ലേ നിങ്ങൾക്ക് സ്ഥലം വിറ്റിട്ട്? അതേപോലെ 5 രൂപ ഗവൺമെന്റ് കൊടുത്താല് പോട്ടെ, സതക്ക് ചെയ്താലേ. നമ്മള് 11 ലക്ഷം രൂപ അടയ്ക്കണ്ടായിരുന്നു. പിന്നെ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിച്ചു തരണം 4 ലക്ഷം. നിങ്ങളെ നമ്മുടെ അടുത്തോട് 1 പൈസ അടയ്ക്കാത്ത രീതിയിൽ പറഞ്ഞു തരാന്ന് പറഞ്ഞു. വൈകുന്നേ പിന്നെ എനിക്ക് നിങ്ങളെ അതിലിടയിൽ കൊടുക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാതെ നമ്മളും അത് അടച്ച് തീർത്തതാണ്. കാരണം അതൊക്കെ അങ്ങനെ ആ പൈസ ഗവൺമെന്റിലേക്ക് അടക്കുമ്പോ മനസ്സിലൊരു തീരുമാനം, പാവപ്പെട്ട ആളുകൾക്കൊക്കെ കിട്ടിയിട്ട് അവരുടെ ജീവിതമൊക്കെ അഭിവൃദ്ധി ആവട്ടെ എന്നുള്ള ജാരിയായ ആ ഒരു നെയ്യത്തിലാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ആവുമ്പോ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. അടച്ചതാന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല. ആളുകൾ അതവർക്ക് ഒരു ഉപകാരം കിട്ടുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ടാവുമ്പോ ആണ്ട് പോയിക്കോളും. അങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞാല്, അപ്പൊ ഞാനൊക്കെ ഉണ്ടല്ലോ, എന്റെ സാധനം എന്തെങ്കിലും കളവ് പോയി കഴിഞ്ഞാല്, അതായത് വീണ് പോയ കളവ് പോയി കഴിഞ്ഞാല് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കൂല. ഞാൻ അതാണ് സ്വതക്ക ചെയ്യും. അത് ആരൊക്കെ കിട്ടുന്നവന് റാത്തായിട്ട് സന്തോഷമായിട്ട് ഉപയോഗിക്കാൻ കഴിയട്ടെ. പിന്നെ ഞാനൊരു കുറ്റം വേണ്ട, അതുകൊണ്ട് തപ്പിരി ഇടങ്ങാറാവണ്ടെന്നുള്ള അങ്ങനെ നിരുപാധികം പൊരുത്തപ്പെട്ടെടുത്താ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് എവിടെ പോയത് എന്തായത് എന്ന് കൊടുത്തതാണ്ട് നമ്മൾ ചിന്തിക്കൂലല്ലോ. അങ്ങനെ മൈൻഡ് സെറ്റ് ആണ്. അങ്ങനെ ആക്കി കുറെ കാലമായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് പോകണാണ്. അങ്ങനെ ചെയ്യാൻ നോക്കി കുറെ സമാധാനം ഉണ്ടാവും. അപ്പൊ ഈ കിട്ടാത്ത കടത്തിനെ കുറിച്ച് അങ്ങനെ എന്ത് നോക്കി ഞാൻ അപ്പൊ അങ്ങനെ കുറെ ചിന്തിക്കും. കാരണം വിളിച്ചിട്ട് ഏതായാലും കിട്ടണില്ല. അപ്പൊ വിളിച്ച് നമ്മളും ടെൻഷൻ ആവാണ്. കിട്ടണില്ല, അവൻ ഫോൺ എടുക്കണില്ല. അതിലെ നല്ല പൊരുത്തപ്പെട്ടെടുത്ത് ഞാൻ വിളിക്കണ്ടല്ലോ. നമുക്കത് എന്തായാലും കിട്ടൂല. മരിക്കണവരെ അവനക്ക് തരാനുള്ളതുണ്ടാവില്ല. കിട്ടാനുള്ള പൈസ അത്ര വലിയ എമൗണ്ടാ. അവലാറല്ല എന്താ, ഓനൊരു ഓർമ്മ സൗകര്യം ഉണ്ടാവുമ്പോൾ വിളിച്ചു തന്നു കഴിഞ്ഞാൽ തെറ്റേന്നുള്ളവർക്ക്. അതാണ് അതിന്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ ഒരു പൊസിഷൻ. ഇപ്പൊ അതാണ്. ഓക്കെ, കുറെ കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? ബാക്കി നമുക്ക് അടുത്ത സെഷനിലൊക്കെ പറയാം. കുറെയൊക്കെ സെറ്റ് അല്ലേ? റാത്തല്ലേ? മനസ്സിന് പൈസ കൊടുത്ത് കൊള്ളായിട്ടൊന്നുമില്ല. 150 മുതലാണല്ലേ? ഗ്രൂപ്പിലൊക്കെ എല്ലാവരും അസിസ്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കി. ഈ ഗ്രൂപ്പിലൊക്കെ ഡൗട്ട് പറഞ്ഞു കൊടുക്കുന്ന പ്രജിത് കുമാർ നിങ്ങളാണോ? ഈ പ്രജി എന്ന് പറഞ്ഞാല് അത് പ്രജിയേട്ടനാന്ന് തോന്നുന്നു. ഇവരാണോ? അല്ലല്ല, ഇവിടെ ഒരു പ്രജിത് കുമാർ ഉണ്ടല്ലോ, ഇവരാണോ? അല്ല, അത് മറ്റേ പ്രജു എന്ന് പറഞ്ഞിട്ടുണ്ട്, കാസർഗോഡ്. ആണോ? ഇവരെന്നെയാണോന്ന് അറിയില്ലല്ലോ. പ്രജിത് കുമാറിന്റെ ഷോർട്ട് ആക്കിയാണെങ്കിൽ അല്ലല്ല, അത് പ്രജു എന്ന് പറഞ്ഞത്. അല്ലേ? ഓക്കെ, അപ്പൊ സെറ്റ്. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ അടുത്ത സെഷനിൽ നമുക്ക് ഇൻഷാല്ലാ 2 ദിവസം കൊണ്ട് സെറ്റ് ആക്കാൻ കഴിയുമെന്ന് നോക്കാം. കുറെ തിരക്കുകളിലായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ എന്റെ പുതിയ 2-3 സ്ഥാപനങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും പുതിയ സ്റ്റാഫുകളൊക്കെ വന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് ഓൺലൈനിൽ ഒരു 225 ആളുകൾ ഓഫ്ലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് 10-200 ആളുകൾ ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കുറെ ഡിലേ. അങ്ങനെ വിചാരിക്കുന്ന മാതിരി ഒന്നും ക്ലാസ് എടുക്കാനോ കയറാനൊന്നും പറ്റുന്നില്ല. ഇനിയിപ്പോ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി പുതിയ പരിപാടികളൊന്നും ഇല്ല. ഇനി ഒരു വർഷം ഇൻവെസ്റ്റ്മെന്റിന് എല്ലാ പരിപാടിയും നിർത്തിക്കണം, മൊത്തം പറ്റിക്കണ്. ഇനി നമ്മൾ ഇതിങ്ങനെ പോട്ടെ. ഇനി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് പരിപാടി. ഓക്കെ, കടമൊക്കെ തീർന്നോ? കടം തീരും. കട ആദ്യം തീരുമല്ലോ. കടം മരിക്കുമ്പോഴും പിന്നാലെ ഉണ്ടാവും. കട കഴിഞ്ഞേക്കണ നോക്കാം. നല്ല കടം വേണം, എന്നാലേ പണിയെടുക്കാൻ ഒരു ഷെയർ ഉണ്ടാവും. ഒരു പോയിന്റ് ഓവർ ഉണ്ടായിരുന്നു, താങ്ങാൻ പറ്റുന്ന രീതിയിൽ
എന്ന് എണീറ്റ് രാവിലെ കടക്കേന്ന് എണീക്കാനുള്ള ഒരു കട എപ്പോഴും നല്ലതാണ് അല്ലേ ഹരീഷ്? അല്ലേ? മറ്റേ കടന്ന് ഇതൊക്കെ കിടക്കുന്നു കൊടുക്കണം, നമ്മള് മൊത്തം ഫ്രീ ആയി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഓവർ കോൺഫിഡൻസിൽ അങ്ങനെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. മറ്റേത് അവനെ കൊടുക്കണല്ലോ. പാരിസ്ക്ക് വൈകുന്നേരം ആകുമ്പോൾ വിളിക്കല്ലോ എന്ന് വിചാരിച്ചു എണീറ്റ് പോകുന്നൊരു പോക്കില്ലേ, അത് നല്ലതാ. ഓവർ ആവും ചെയ്യരുത്. ഒരു ഉത്തരവാദിത്തം ഉണ്ടാകുന്ന നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഓവർ ആവും ചെയ്യരുത്. ട്രേഡിങ്ങിന്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട്, തുടങ്ങുന്നില്ല. ട്രേഡിങ്ങിന്റെ ക്ലാസ് ഉണ്ട്, സമയം ആണ് പ്രശ്നം. ട്രേഡിങ്ങിന്റെ ക്ലാസ് ഒക്കെ ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ട്രേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരാം. ലൈവ് ഇങ്ങനെ കണ്ടാൽ ഇനി അതും കൂടി ചെയ്തിട്ട് കുറച്ച് കടം കൂടി കൂട്ടാൻ പറ്റും. അമേസ് ട്രേഡ് പഠിച്ചത് എങ്ങനെയാ? ട്രേഡിങ് പഠിക്കാതെ ചെയ്താൽ പൈസ പോയിട്ടോ. അല്ല സാറേ, കുറച്ച് പഠിക്കുന്നുണ്ട്. നമ്മള് അമേസ് പഠിച്ചത് അങ്ങനെയല്ലേ? ഞാനൊക്കെ ട്രേഡ് എടുത്തിട്ടാ ഓരോ കാർ. ഞാനൊക്കെ 2-3 ട്രേഡിലൊക്കെ ഓരോ കാറും വണ്ടിയൊക്കെ വാങ്ങിച്ചത്. പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ നല്ലോണം ചിന്തിച്ച് പഠിച്ച് നല്ല മണ്ട ഉപയോഗിച്ച് മനസ്സിനെ കീഴ്പ്പെടുത്താത്ത രീതിയിൽ ട്രേഡ് ചെയ്താൽ പൈസ കിട്ടും. ഇല്ലെങ്കിൽ സംഭവം ബേസ് കുഴപ്പമില്ല, പക്ഷെ മറ്റേ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കയറുമ്പോഴാണ് പണി കിട്ടുന്നത്. അതൊന്നുമില്ല, ഏതിലൊക്കെ മേടിക്കാതെ കയറി അത്രേ ഉള്ളൂ. ട്രേഡിംഗ് ഞാനൊക്കെ ചെയ്യണെങ്ങനെ രാവിലെ വരും, എന്നിട്ട് നോക്കും മാർക്കറ്റ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സാധനം കുറച്ചാണ് തരും, പയ്യെ താഴേക്ക് വരുമ്പോ മേടിക്കും, അപ്പൊ കാശ് കിട്ടും. അല്ല ഞങ്ങൾ രണ്ട് രീതിയിലുണ്ട് കേട്ടോ. നേരത്തെ ഇതിനിപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ, പോകുന്നവർക്ക് പോയി. ഞാൻ ഇതിന് പറഞ്ഞപ്പം ഒരാൾ ചോദിച്ചു ട്രേഡിങ് ഹലാലാണോ എന്ന് ചോദിച്ചു. മുസ്ലിംസ് ഉള്ള ആളുകളോടാണ്, ഹിന്ദുസിനോട് ഇതില്ല. ഹലാൽ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല് മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഹലാൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ട്രേഡിങ് തന്നെ 2 സാധനങ്ങളുണ്ട്. ഒന്ന് ട്രേഡിംഗ് ആണ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. മറ്റൊന്ന് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ലാഭം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക, അതിന്റെ നഷ്ടവും ലാഭവും സഹിക്കാൻ നമ്മൾ റെഡിയാണ്. ഇത് ഓക്കെയാണ്. രണ്ടാമത്തെ ഒരു മാർക്കറ്റ് ഉണ്ട്, സ്പെക്കുലേറ്റീവ് മാർക്കറ്റ് എന്ന് പറയാം. ഊഹക്കച്ചവടം. സ്പെക്കുലേറ്റീവ് മാർക്കറ്റ്. ഈ സ്പെക്കുലേറ്റീവ് മാർക്കറ്റ് മുസ്ലിംസിന്റെ ശരിയ നിയമപ്രകാരം അതിനൊരു തെറ്റ് പറയുന്നുണ്ട്. അതായത് അവിടെ ഒരു പലിശയുടെ എലമെന്റ് വരുന്നുണ്ട്. അതൊരു ലീവറേജ് എന്ന് പറഞ്ഞ പരിപാടി അവിടെ വരുന്നുണ്ട്. ലീവറേജ്, അതായത് നമ്മളിട്ട ക്യാഷിനേക്കാൾ കൂടുതൽ അധികം നമുക്ക് ലോൺ ആര് തരും? ഇത് തന്നെയാണ് ആക്ച്വലി ഇതിന്റെ പ്രോഫിറ്റ്. ഈ ലോണ് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു തർക്കം നിലവിൽ ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് മാത്രം കേട്ടോ. അങ്ങനെ കുറച്ച് ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. അപ്പൊ അത്തരം ആളുകൾ, അത് സൂക്ഷിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം, അത് ചെയ്യാതെ മറ്റു രീതിയിൽ ചെയ്യാം. ഇനി ഒരാള് ഹലാൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഹലാൽ ഫണ്ട്, എത്തിക്കൽ ഫണ്ട്, ഹലാൽ ഫണ്ടുകൾ. ഇപ്പൊ ടാറ്റന്റെ എത്തിക്കൽ ഫണ്ട് ഉണ്ട്. അതിനകത്ത് ടാറ്റ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ടാറ്റ കൺഫേം ആയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ തരുന്ന പൈസ ഹലാലായ മേഖലയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് ആര് പറയുന്നുണ്ട്? ടാറ്റ നമ്മോട് പറയുന്നുണ്ട്. മുസ്ലിംസിന് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷെ അതിൽ റിട്ടേൺ എന്ന് പറഞ്ഞത് വളരെ കുറവായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എവിടുന്ന വരുന്നത്? ബാങ്കിങ്, പിന്നെ എവിടുന്ന? ചൂതാട്ടം, പിന്നെ എവിടുന്ന? ഇങ്ങനെയുള്ള വേണ്ടാത്ത പരിപാടി എന്നല്ല കൂടുതൽ പൈസ കിട്ടുള്ളൂ. ആണോ? അല്ലേ? അങ്ങനത്തെ റിയാലിറ്റി അങ്ങനെയല്ലേ? അത് ചൂതാട്ടം, അതായത് കുതിരകളി, ഇവിടെ നിന്നല്ലേ കൂടുതൽ എലമെന്റ് പൈസ കിട്ടുള്ളൂ. പോവലോടെ തന്നെ കിട്ടലോടെ തന്നെയല്ലേ? ഗാംബ്ലിംഗ് മേഖലയിൽ. സിഗരറ്റ്, ITC കമ്പനി, അതായത് ടാറ്റന്റെ ഫണ്ട് ഒരിക്കലും ITC കമ്പനിയിൽ കൊണ്ടുവിടൂല. കാരണം ITC എന്ന കമ്പനി സിഗരറ്റ് വിൽക്കുന്നു. ക്ലിയർ ആയില്ല? അതേപോലെ മറ്റേ ഇയാളുടെ കമ്പനി, കിങ് ഫിഷറിന്റെ കമ്പനി കൊണ്ടിടൂല, കാരണം അയാൾ കള്ളു വിൽക്കുന്നു. റിസോർട്ട് മേഖലയിൽ കൊണ്ടുവിടൂല, കാരണം റിസോർട്ട് മേഖലയിൽ മറ്റു വേണ്ടാത്ത കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബാങ്കിങ് മേഖലയിൽ കൊണ്ടുവിടൂല, അവിടെ പലിശയുടെ എലമെന്റ് ഉണ്ട്. പിന്നെ ഉള്ളത് നല്ല വൃത്തിയിൽ പോകുന്ന കുറെ സിസ്റ്റങ്ങളാ. ഇതിൽ നിന്ന് എന്താ കിട്ടുക? ഒരു കിട്ടും. ഈ കിട്ടുന്ന ഇങ്കെ ഹലാൽ ഫണ്ട് കിട്ടുള്ളൂ. അതിന് നമ്മൾ തൃപ്തിയാവണം. അല്ലെങ്കിൽ അതാണ് ഒരു ഭാഗത്തുള്ള എലമെന്റ്. അതാണ് ഹലാൽ ഫണ്ട് വേണ്ടവർ ഹലാൽ ഫണ്ട് സെലക്ട് ചെയ്യുക. ലാഭം കുറവായിരിക്കും, അതിനനുസരിച്ച് റിട്ടേൺ ആയിരിക്കും. മറ്റേത് പിന്നെ മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ പൈസ ഉണ്ടാക്കുന്ന ആളുകൾ ബാങ്കിങ് മേഖലയും ചൂതാട്ടം, അവർക്ക് അക്കും ജാവും ബാത്തിലൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ചെയ്യും. പൈസയാണ് എലമെന്റ്. എന്താ വെച്ചേ? നമ്മൾ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഇന്ന മതത്തിന്റെ കോൺസെപ്റ്റ് ഇട്ട് പറഞ്ഞല്ല. മാർക്കറ്റിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ട് നിങ്ങൾ അറിയണ്ടേ? എത്തിക്കൽ ഫണ്ട് ഉണ്ട് നിങ്ങൾ അറിയണം, മറ്റേ ഫണ്ടുകൾ ഉണ്ട് എന്ന് അറിയണം. ഇതൊരു മതം എന്നുള്ള കോൺസെപ്റ്റ് അല്ല.
എത്തിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ട് ഉണ്ട്. അവിടെ എത്തിക്സ് ആണ് അവിടെ പ്രധാനം, വേറെ ഒന്നുമല്ല. ഇപ്പൊ മുസ്തഫ എന്ന ആളെ അറിയില്ലേ? നമ്മളെ ഇഡ്ഡലിയൊക്കെ വെക്കുന്ന വയനാടുള്ള മുസ്തഫ. അറിയാം. എന്താ പേര്? മലപ്പുറത്തുള്ളതാണോ? വയനാടല്ലേ? എന്താ കമ്പനിയുടെ പേരെന്തേനു? വയനാട് ഫ്രണ്ട് അല്ലേ ആ പുള്ളിയാണോ? ID ഫ്രഷിന്റെ മുസ്തഫ കേട്ടില്ലേ? ID ഫ്രഷ് ഗൂഗിൾ ഒന്ന് യൂട്യൂബ് അടിച്ചു നോക്കി. അയാൾ ഒരു നിലക്കും അയാൾ എത്തിക്സ് വിടൂല. എത്തിക്സിന്റെ ഒരു മാരക രൂപം തന്നെ ബിസിനസ് ഞാൻ അയാളുടെ അടുത്ത് കണ്ടിട്ടുള്ളൂ. 1 രൂപ അയാൾ ബാങ്കിൽ നിന്ന് എടുക്കൂല. വേണ്ടാത്ത ഒരു സ്ഥലത്ത് അയാള് മരിക്കാൻ പോവാണെന്ന് കണ്ടാൽ പോലും വേണ്ടാത്ത ഒരു സാധനത്തിലേക്ക് അയാൾ പോവില്ല. 1 രൂപ അയാൾക്ക് കടമില്ല. 1 രൂപ കൊടുക്കാനുമില്ല, 1 രൂപ കിട്ടാനുമില്ല. എന്ത് ബിസിനസ് ആലോചിച്ച് നോക്കി. ഈ ബിസിനസ് നടന്നു എന്നല്ലേ? അയാളുടെ ഒരു ബിസിനസിനെ കുറിച്ച് അയാളെ കുറച്ച് ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്, കാണാൻ പറ്റുന്ന ഇന്റർവ്യൂ കേട്ടോ. കാരണം എത്തിക്സ് യൂസുഫ് അലിനെക്കാട്ടിലും മുകളിലാണ് അയാള്. ഇന്ന് ബിസിനസ് ചെയ്യുന്ന എത്തിക്സിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ യൂസുഫ് അലിനെക്കാട്ടിലും ഒരു 500 ടൈംസ് എങ്കിലും അയാൾ മുകളിൽ. അതാണ് അങ്ങനത്തെ ഉണ്ട്. അപ്പൊ അയാളുടെ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആളുകളെ പറ്റിക്കാതെ, ആളുകളെ വഞ്ചിക്കാതെ, ആളുകൾക്ക് ഒരു ടെൻഷൻ പോലും വരുത്താതെ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഒരു ചതിവുണ്ടാവില്ല, ഒരു അളവ്, ഒരു അണുമണി തൂക്ക അളവ് അയാളെ സ്ഥാനത്തിലെ വ്യത്യാസം ഉണ്ടാവില്ല. അത്രയും അതിനൊക്കെ അയാൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ആളുകൾക്കും പ്രോഫിറ്റ് ഉണ്ട്, ലാഭമുണ്ട്. അപ്പൊ അയാളെ ഇന്റർവ്യൂ കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടിട്ടോ. ID ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചാൽ ID ഫ്രഷ് മുസ്തഫ. നല്ല സംസാരമാണ്. അതൊക്കെയാണ് എത്തിക്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നേരത്തെ ഇൻകം ടാക്സിന്റെ ഫയൽ ചോദിച്ചില്ലേ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പൊ അത് ഈ പേയ്മെന്റിന്റെ ടൈപ്പ് ചോദിക്കുന്നത് എന്താ സെലക്ട് ചെയ്യാ? നിങ്ങൾ അവിടെ വരെ ഫയലിംഗ് ഒക്കെ എത്തി നിങ്ങള്? ഞാൻ ജസ്റ്റ് നോക്കി അതിൽ എന്താ വരുന്നത്. അങ്ങനെ പോലെ ഇപ്പൊ നിങ്ങൾക്ക് വിലേജ് റിട്ടേൺ, ഫൈനുള്ള റിട്ടേൺ ഇപ്പൊ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി പോയി ചെയ്യല്ലേ. പണ്ട് ഒരാൾ തിരക്കൂട്ടിയുടെ നമ്മുടെ നാട്ടിലൊരാൾ കഥ അറിയില്ല. വണ്ടിയാൾ പോയി അൽമറാണ് തിന്ന് കായപ്പാണ് തുറന്നായിരുന്നു തിരക്കൊണ്ട്. അൽമറാണ് തിന്ന് കായപ്പാട് തുറന്നാണ്. ആ സ്പീഡാണ്, അങ്ങനെ സ്പീഡാക്കരുത്. കാരണം ആക്ച്വൽ ലോ ഒക്കെയാണ്. അതിനൊരു സമയം കൊടുക്കും. ഇറ്റ് വിൽ ടേക്ക് ടൈം. സന്തോഷം. അല്ല, പാന് കയ്യിലുണ്ട്, അപ്പൊ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയതായത്. എല്ലാ സൈറ്റിൽ നിൽക്കല്ലേ ഓക്കെ, നല്ലത്, സന്തോഷം. അപ്പൊ ഇത്ര പറയാം. ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് പറയാം. കുറെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഇൻസൈറ്റ് കിട്ടണില്ലേ? കുറച്ചൊക്കെ നമ്മള് വെറുതെ ഇരിക്കുന്ന സമയത്ത് പഠിക്കാനൊക്കെ. ഒരു ഡൗട്ട് ഉണ്ട്. വേഗം ചോദിക്കേ. ലാസ്റ്റ് ഡൗട്ട്. നമ്മൾ ഈ ഷെയർ ട്രേഡിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, അതില് നമുക്ക് ഷെയർ ട്രേഡിംഗ് നടത്തുമ്പോൾ അത് TDS ഉൾപ്പെടുത്താൻ പറ്റില്ല? നമ്മൾ സെല് ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ അവര് ഡിവിഡൻഡ് ഒക്കെ തരില്ല. ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ മേടിച്ചു, അപ്പൊ ഒരു ഡിവിഡൻഡ് തരുന്ന മെയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ TDS കട്ട് ചെയ്തു എന്നൊക്കെ, അതിനെ പറ്റി ഒന്ന് പറയാം. ഞാൻ കാണണ്ടേ സെയിം എഫക്ട് അവിടെ ഉണ്ടോ? TDS കട്ടിങ്, ഡിവിഡൻഡിന്റെ മുകളില് TDS കട്ട് ചെയ്യും. പിന്നെ നിങ്ങള് ഈ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവന് നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അവർ ITR 2 എന്നുള്ള ഫോമില് ക്യാപിറ്റൽ ഗെയിന്റെ മുകളിൽ അവർ ഫയൽ ചെയ്ത് പോകണം. അത് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാം. 2ലാണ് വരുന്നത്. അതിന്റെ ആ ഒരു സാധനം TDSന്റെ സെഷനിൽ ഞാനത് പറയാൻ വിചാരിച്ചില്ല. അതിന്റെ ഒരു സെഷൻ, ഒരു പാർട്ട് ഞാൻ ഉൾപ്പെടുത്താം അങ്ങനെ പറഞ്ഞതുകൊണ്ട്. നിങ്ങൾ ഫയൽ ചെയ്യണത് ITR 2 കയറിയിട്ട് നിങ്ങളെ റിട്ടേൺ ഫയൽ. നിങ്ങൾ നാട്ടിലാണോ പുറത്താണോ എവിടെയാണോ? ബാംഗ്ലൂരില്. ഓക്കെ. അത്യാവശ്യം ഉണ്ടോ? ഫണ്ട് ഉണ്ടോ? ഇല്ല, ഞാനിപ്പോ ഈ വർഷം തുടങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് ചെറുതായിട്ട്. അപ്പൊ അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇൻവെസ്റ്റ് ചെയ്താൽ ട്രേഡ് ചെയ്തിട്ടോ. ട്രേഡ് കുറച്ചും പഠിച്ചിട്ട് ചെയ്താൽ. ട്രേഡ് ഇപ്പൊ ചെയ്യരുത്. നല്ലൊരു വഴിയൊന്നും. ചെറുതായിട്ടാണ് ചെയ്യുന്നത്, അധികം വലിയ 2 ലക്ഷം. അതാ വലിയ എമൗണ്ട് ഇല്ലാന്ന് 2 ലക്ഷം, ചെറുതായിട്ട് 2 ലക്ഷം രൂപ. പേപ്പർ കറൻസി ചെയ്യാൻ പറ്റൂലേ സ്റ്റാർട്ടിങ്ങിൽ? അത് ഏതോ ആപ്പില് ഫ്രണ്ടസ്കോ അങ്ങനെ എന്തോ. ഞാനൊക്കെ ഡെയിലി ഒരു 32,000 3,000 രൂപ കിട്ടും. അതിന് നിർത്തും. അനുവദിക്ക് ഫുള്ള് പ്രോഫിറ്റ് അല്ല. നഷ്ടം ലാഭമാണ്. കച്ചവടം നഷ്ടം ലാഭമാണ്. ലാഭം മാത്രമല്ല ബിസിനസ് ഉണ്ടാവും. രാവിലെ MRFന്റെ സ്റ്റോക്ക് ഒക്കെ നല്ലതാണ്, നല്ല എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് നല്ല സ്റ്റേബിൾ സാധനം കേട്ടോ MRFന്റെ ഒക്കെ. ഒരു ദിവസം 2 ദിവസം കൊണ്ട് 12,000 ഒക്കെ കിട്ടിയതുണ്ട് കഴിഞ്ഞ മാസം തോന്നുന്നു.
കയറിണ്ട് ഒറ്റയടിക്ക്. നമ്മുടെ കയ്യിൽ അത്ര അന്ന് ഫണ്ട് ഓവർ കയറുന്ന സാധനത്തിന്റെ പിന്നാലെ പോകരുത്. നമുക്കൊരു സ്റ്റേബിൾ സാധനമാണ് എപ്പോഴും സേഫ്. അതിനടുത്ത് മറ്റേ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഫ്രീ കോഴ്സ് ചേർന്നത് അത് ഇവര് പറഞ്ഞിട്ടുണ്ട് IPO-യും പിന്നെ ETF ഇത് രണ്ടുമാണ് ഏറ്റവും തുടക്കക്കാർക്ക് നിഫ്റ്റി 50 ആദ്യത്തെ 50 കമ്പനികളിലൊക്കെ കളിച്ചാൽ നമുക്ക് വലിയൊരു അപകടം ഉണ്ടാവില്ല. നമ്മളൊരു ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇതൊരു ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് പിടിച്ചോളി, ഇതൊരു ഗ്രാഫ് ആണെങ്കിലല്ലേ നമ്മള് ഇപ്പത്തെ ഗോൾഡ് പോകുന്ന ഒരു പോക്കുണ്ടല്ലോ, ഈ ഒരു പോക്കില്ലേ ഇതിലൊരിക്കലും ഇൻവെസ്റ്റ് ചെയ്തത്. കാരണം ഇത് ഏത് നേരം ഇങ്ങനെ പോവാം. കാരണം ഇത് ഒരു ഫ്ലാറ്റ് ഔട്ട് സാധനമല്ല. ഇനി ഇങ്ങനെ പോകുന്ന സാധനം ഉണ്ടല്ലോ, ഇതിലും ചെയ്യരുത്. ഇത് ചിലപ്പോൾ ഷോർട്ട് അടിക്കുമ്പോൾ ഇങ്ങനെയാണ് പോകും. ഇതിന്റെ ഇടയിലൊരു സാധനം ഉണ്ടോ, ഇങ്ങനെ ഇങ്ങനെ പോകും, ഇങ്ങനെ കയറുള്ളൂ. ഇത് നമുക്കൊന്നുകൂടി സേഫ് ആണ്. ഈ മലയിൽ ഓടിക്കയറിയാൻ കിതച്ച് പോകുന്നുള്ളത് ഒരു സംശയമില്ല, ഉറപ്പാ. പക്ഷെ പിടിച്ച് 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 ഇങ്ങനെ കയറുന്നവനുണ്ടല്ലോ, അവനൊരു സ്ഥിരത ഉണ്ടാവും. അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു കോമൺ ബേസിക്സ്. അത് എങ്ങനെയാണ്, എപ്പോഴാണിത് പോവുക, എപ്പോഴാണ് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് ശരിക്ക് അനാലിസിസിൽ നമ്മൾ പഠിക്കേണ്ടത്. ആ ഒരു പഠിത്തം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. പ്ലസ് സമയം, ഇത് രണ്ടും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, ബൈ.